എന്താണ് ആത്മീയത? അല്ലെങ്കിൽ എന്തായിരിക്കണം ആത്മീയത? അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിച്ചത്? എന്താണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യം? മനുഷ്യനുൾപ്പെടെയുള്ള സർവ്വജീവജാലങ്ങളും എന്താണ് അന്വേഷിക്കുന്നത്? നമ്മളുടെ ജീവൻ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് തന്നെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്ന മനുഷ്യരിൽ ഉണ്ടാവാറുണ്ട്. നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ പറയും, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്നു ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം എന്ന്. ഇപ്പോൾ ലോകത്തിലുള്ള സർവ്വജീവജാലങ്ങളും മനുഷ്യനുൾപ്പെടെയുള്ള സർവ്വജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത് ആത്മസുഖമുണ്ടാവണം, സമാധാനമുണ്ടാവണം എന്ന് മാത്രമാണ്. അങ്ങനെ സമാധാനമുണ്ടാവണം എന്ന ആഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലുള്ള ഒരു ജീവജാലങ്ങൾക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നതിനാൽ അതാണ് സർവ്വജീവജാലങ്ങളുടെയും ഏകമായിരിക്കുന്ന മതം അല്ലെങ്കിൽ താല്പര്യം. അങ്ങനെ ഒരു താല്പര്യമേ ജീവനുള്ളൂ. സ്ഥിരമായും സുഖമായും ശാന്തമായും ഇവിടെ ആയിരിക്കണം. അല്ലാതെ ഉണരുന്ന താല്പര്യങ്ങളെല്ലാം വേറെ എന്തൊക്കെയോ കാരണങ്ങളാൽ ഉണരുന്നതാണെന്നറിഞ്ഞ് അങ്ങനെയുള്ള താല്പര്യങ്ങൾ വന്ന് ബോധത്തെ കലുഷമാക്കാതെ ബോധത്തെ അടക്കി ഇരുന്നു കൊള്ളണം എന്നാണ് നാരായണ ഗുരു പറയുന്നത്. ഇപ്പം സമാധാനം വേണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, ആർക്കും എതിരഭിപ്രായമില്ല. ദ്വേഷമുണ്ടാവരുത്, വെറുപ്പുണ്ടാവരുത്, ദേഷ്യം വരരുത്, അസൂയ ഉണ്ടാവരുത് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. ഒരിക്കലും എനിക്ക് അസൂയ ഉണ്ടാവണം, എനിക്ക് വെറുപ്പുണ്ടാവണം, എനിക്ക് അസമാധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവനുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അസ്വാസ്ഥ്യങ്ങളെ തടയാൻ പറ്റാത്തത്? അപ്പം ഇതെല്ലാം ഒരു ദേഷ്യമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ ദേഷ്യം എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥതയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ ദേഷ്യത്തെ അല്ലെങ്കിൽ ഉള്ളിലുണരുന്ന വെറുപ്പിനെ നമുക്ക് തടയാൻ പറ്റാത്തത്? നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്ത് നിന്ന് അത് ഉണർന്നു വരുന്നത്. അപ്പോൾ ഏതൊക്കെയോ രീതിയിൽ നമ്മൾ നിസ്സഹായരായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ സ്വാഭാവികമായി ആഗ്രഹിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് നിലനിർത്താൻ കഴിയാതെ എന്തിനൊക്കെയോ വിധേയപ്പെട്ട് അസ്വസ്ഥതയുടെ ലോകത്ത് നമ്മളിങ്ങനെ പോവുകയാണ്. ആ സമയത്താണ് ഒരാൾ വിളിച്ച് നമ്മളോട് പറയുന്നു, ഭഗവത്ഗീത പഠിച്ചാൽ നല്ല സമാധാനം കിട്ടും. ഉടനെ നമ്മളവിടെ പോയിട്ട് ഭഗവത്ഗീത പഠിക്കുന്നു. വേറെ ആൾ പറയുന്നു, ബൈബിൾ പഠിച്ചാൽ നല്ല സമാധാനം കിട്ടും, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചാൽ സമാധാനം കിട്ടും, മോക്ഷം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്, അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ആവശ്യം എന്ന് പറയുന്നത് സ്വസ്ഥമായി ഇരിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ പറയാറ്, എനിക്കൊന്നും വേണ്ട, ഇങ്ങനെ സമാധാനമായിട്ടിരുന്നാൽ മതി എന്നാണ്. എനിക്കിങ്ങനെ സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി, ഒന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ ഈ സമാധാനം മോക്ഷം കിട്ടിയാൽ, ബൈബിൾ വായിച്ചാൽ, പള്ളിയിൽ പോയാൽ, ഖുർആൻ പഠിച്ചാൽ, ധ്യാനിച്ചാൽ, മന്ത്രം ചൊല്ലിയാൽ, ഗുരുക്കന്മാരെ കണ്ടാൽ, യാത്ര ചെയ്താൽ, ഇതൊക്കെ ചെയ്താൽ കിട്ടുമെന്ന് കരുതിയിട്ടാണ് നമ്മളെല്ലാവരും അതിൻ്റെയൊക്കെ പിന്നിൽ പോകുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതിയിൽ സമാധാനത്തിനുള്ള വഴികൾ പറയുന്ന ഇടങ്ങൾ തന്നെയാണ്, ദർശനധാരകൾ തന്നെയാണ് ഇത്. പക്ഷേ സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അന്വേഷിച്ചു പോയത് എന്നുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് മറന്നുപോയി. ലാവോ ത്സു അദ്ദേഹത്തിൻ്റെ താവോ തേ ചിങ് എന്നുള്ള ഒരു ഗ്രന്ഥത്തിൽ പറയും, നമ്മൾ വീട് പണിയുമ്പോൾ ജനലുകളും വാതിലുകളും ചുമരുകളും കെട്ടും, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നും ചെയ്യാത്ത ഇടത്തെയാണ് എന്ന്. നമ്മൾ മണ്ണ് കൊണ്ട് കലമുണ്ടാക്കുന്നു, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നും ചെയ്യാത്ത അതിൻ്റെ ഉള്ളിലെ ഇടത്തെയാണ്. അപ്പോൾ ഇല്ലായ്മയിലാണ് ഉള്ളതിൻ്റെ പ്രയോജനമിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മൾ
ഇവിടെ ഈ ഒരു ചുമരൊക്കെ കെട്ടി ഈ ജനലൊക്കെ പണിത് വാതിലൊക്കെ ഇട്ട് ഈ വീടിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സ്പേസിനെ സമാധാനപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വീട് കെട്ടുന്നത് എന്ന കാര്യം മറന്നുപോയിട്ട് മനുഷ്യൻ ജീവിതത്തിൽ മുഴുവൻ ചുമര് കെട്ടി നിറയ്ക്കുകയാണ്. അപ്പോൾ ആർജിക്കലാണ്, ചുമര് കെട്ടി നിറയ്ക്കലാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ആർജിക്കുന്നതെല്ലാം സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് മറന്നിട്ട് ആർജിക്കലാണ് ജീവിതം എന്നതിലേക്ക് മനുഷ്യൻ്റെ ബോധം എവിടെയോ വെച്ച് തിരിഞ്ഞുപോയി. അങ്ങനെ അവൻ്റെ ജീവിതം ആർജിക്കലുകളായിട്ട് മാറി. അവനിങ്ങനെ സദാ ആർജിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നിനു പിറകെ ഒന്നായിട്ട്. അപ്പോൾ അവൻ്റെ വീട് ഒരു 100 അടി വീതിയിൽ ചുമര് കെട്ടി 1/2 അടി സ്പേസിൽ ജീവിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ ചുമര് കൂടുതൽ കെട്ടുന്നതിനനുസരിച്ചാണ് ഒരാൾ അയാളുടെ ജീവിത വിജയമുണ്ടായി എന്ന് കരുതുന്നത്. ഇങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ജീവിതത്തിൽ വന്നുപോയി. അപ്പോൾ ഒരു ഭാഗത്ത് പണം ധാരാളം ആർജിക്കുന്നു, വേറൊരു ഭാഗത്ത് പ്രശസ്തിക്ക് ആർജിക്കാനുള്ള പണികൾ നോക്കുന്നു, അധികാരം ആർജിക്കാനുള്ള വഴികൾ നോക്കുന്നു, അതുപോലെ തന്നെ അറിവ് ആർജിക്കുന്നു. പലതരത്തിലുള്ള ആഴത്തിൽ പല വിഷയങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ആർജിക്കലുകളുടെ ലോകത്തിൽപ്പെട്ട് അസ്വസ്ഥതയിൽ നിന്നും അസ്വസ്ഥതയിലേക്ക് കൂടുതൽ ആഴ്ന്നു പോകുന്ന രീതിയിലായി മാറി നമ്മുടെ ബോധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്, മനുഷ്യനുണ്ടായിട്ട് ലക്ഷോപലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഏരിയ നമ്മളുടെ ഇരുട്ടായിട്ടിരിക്കുന്നത്. ഇതൊരു ഭാഗം. ഇനി വളരെ സത്യസന്ധമായിട്ട് നമ്മൾ ഇതൊക്കെ ആർജിക്കലല്ല, ഒഴിഞ്ഞിരിക്കലാണ് സമാധാനം എന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞു എന്ന് തന്നെ കരുതുക. അങ്ങനെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് നമ്മൾ ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് സമാധാനമൊന്നും കിട്ടണമെന്നില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും നമ്മൾ അനുഭവിക്കും. അപ്പോഴാണ് നമ്മളുടെ ബോധത്തെ, ആരാണ് നമ്മൾ, എന്താണ്, ഇത്രമാത്രം അന്തരീക്ഷങ്ങൾ ഒരുക്കിയിരുന്നാൽ പോലും പൂർണ്ണമായൊരു പ്രശാന്തിയിലും സമാധാനത്തിലും ഇരിക്കാൻ കഴിയാത്ത മാതിരി എന്ത് സങ്കീർണതകളാണ് നമ്മുടെ ബോധത്തിലുള്ളത് എന്നൊരു അന്വേഷണത്തിലേക്ക് സത്യസന്ധനായൊരു അന്വേഷകൻ്റെ മനസ്സ് തിരിയുക. അങ്ങനെ മനുഷ്യൻ്റെ ബോധത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച സൂക്ഷ്മമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കുറേയുണ്ട്. അവരൊന്നും നമുക്കൊരു ഹോപ്പൊന്നും തരുന്നില്ല. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നൊന്നും പറയുന്നില്ല. അവരൊരു പാക്കേജും നമ്മുടെ മുമ്പിൽ സമാധാനത്തിന് വേണ്ടി വയ്ക്കുന്നില്ല. അവർ നമ്മോട് പറയുന്നത്, ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അതൊരു സമഷ്ടിയാണ്. കോൺഷ്യസ്നെസ്സിൽ എന്തൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ, ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ല, അത് യൂണിവേഴ്സലാണ്. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ വ്യക്തിബോധത്തെ പരിശോധിക്കുമ്പോൾ വളരെ നമ്മളുടേതല്ലാത്തതായ അനേകം തരത്തിലുള്ള വാസനകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കണ്ടെയ്നറായിട്ട് നമ്മളുടെ ബോധത്തെ അനുഭവിക്കും. നമ്മളതിനൊരു മൂന്ന് തലത്തിൽ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, യൂണിവേഴ്സലായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള വാസനകളുടെ ഒരു അബോധമാണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് ജീവനുണ്ടായത് മുതൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയിലേക്ക് എത്തുന്നത് വരെ ഏതെല്ലാം ജീവരൂപങ്ങളിലൂടെ ബോധം ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ ഇൻപ്രിൻറ്റ്സ് നമ്മളുടെ ബോധത്തിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട്. എല്ലാം ഉണ്ട്. ആദ്യ ജീവൻ മുതൽ മനുഷ്യൻ വരെയുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സംസ്കാരം വാസനാരൂപത്തിൽ നമ്മുടെ ബോധത്തിൽ അബോധമായിട്ട് കിടപ്പുണ്ട്. ഏത് സമയത്തും ഒരു നനവേറ്റാൽ പൊടിച്ചു വരാവുന്ന രീതിയിൽ അതവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മളുടെ ബേസ് ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലുള്ള ലെയർ എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടായത് മുതൽ അവൻ ഒറ്റയ്ക്ക് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെല്ലാം തൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും തടസ്സമാണെന്ന് കരുതി കൺമുമ്പിലുള്ളതിനൊക്കെ നശിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ആ സംസ്കാരം മുതൽ ഗോത്ര സംസ്കൃതിയിലൂടെ രാജസംസ്കൃതിയിലൂടെ പൗരസംസ്കൃതിയിലൂടെ ഒക്കെ രൂപപ്പെട്ടു വന്ന ഏതെല്ലാം സംസ്കൃതികളിലൂടെ നമ്മൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ ഒരു മനുഷ്യൻ, ആ സംസ്കാരങ്ങളുടെ മുഴുവൻ ആകത്തുകയാണ് നമ്മളുടെ സോഷ്യൽ എന്ന് പറയുന്ന സാമൂഹികമായ വാസനകളാൽ നിറഞ്ഞിരിക്കുന്ന ബോധം എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷൗക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൗക്കത്ത് ആദ്യം തന്നെ ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ ഷൗക്കത്ത് എന്നുള്ള പേര് കേട്ട ഉടൻ ഷൗക്കത്ത് ഒരു മുസ്ലിമാണ് എന്നൊരാൾക്ക് തോന്നും. സാമൂഹികമായ ഐഡൻറ്റിറ്റികളാണ് അതൊക്കെ. പിന്നെ ഷൗക്കത്ത് ഒരു പാലുവായിക്കാരനാണ്.
പാലുവായിക്കാരനാവുമ്പോൾ അവിടെ മുസ്ലിം ഷൗക്കത്ത് എന്നുള്ളത് അങ്ങ് മറഞ്ഞു പോകും. പിന്നെ തൃശ്ശൂർ ജില്ലക്കാരനായി, കേരളീയനായി, ഇന്ത്യക്കാരനായി, ഏഷ്യക്കാരനായി, ഭൂമിക്കാരനായി, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വികസിച്ച് വരുമ്പോൾ ഏറ്റവും പ്രാകൃതമായ വാസനകൾ അവിടെയുണ്ട്. ആ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ഉണരും. ഇപ്പോൾ മനുഷ്യന് പൊതുവേ ഒരു പ്രത്യേക മതത്തിൽ ജനിച്ച ഒരാൾ, ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച ഒരാൾ, ആ ഐഡൻറ്റിറ്റി ഒരിക്കലും അയാളിൽ നിന്ന് എളുപ്പത്തിൽ പോവില്ല. ഈ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാത്രമല്ല മനുഷ്യൻ ഇരിക്കുന്നതും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർവ്വ ജീവജാലങ്ങളുടെയും ഐഡൻറ്റിറ്റി നമ്മളുടെ ബോധത്തിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യനായിട്ട് ജനിച്ചത് മുതലുള്ള ചില സമയത്തൊക്കെ നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്കങ്ങ് കൊല്ലാൻ തോന്നും. ചെറിയൊരു ഇൻസിഡൻ്റ് ആയാലും ഒറ്റയടിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നത് നമ്മുടെ ആ പ്രാകൃതമായൊരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന, തനിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ കൊല്ലാൻ തോന്നിയിരുന്ന ആ പ്രാകൃത വാസന ഉണരുന്നതാണ്. പിന്നെ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഹോട്ടലുകളിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക ചുമരിനോട് ചേർന്നൊരിടമായിരിക്കും. ബാക്ക് സൈഡ് മറിഞ്ഞിരിക്കുന്ന ഒരു സ്പേസ് നമ്മൾ അന്വേഷിക്കും അറിയാതെ. കാരണം പിന്നിൽ നിന്ന് അടി വരരുത് എന്നുള്ളതാണ്. അതാ ജീവൻ ഒരുപാട് പിന്നിൽ നിന്ന് അടിയേറ്റ് മരിച്ചിട്ടുള്ള ജീവികളാണ് നമ്മളൊക്കെ, കാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ പല സ്ഥലത്തും. അതുകൊണ്ട് ബാക്ക് സൈഡ് എപ്പോഴും സുരക്ഷിതമാക്കി വയ്ക്കും. ഇപ്പോൾ വീട്ടിൽ വാതിലടച്ചിരുന്നാൽ പോലും നമ്മൾ ഒരു കസേരയിലിരുന്ന് അറിയാതെ പിന്നിലേക്ക് നോക്കും. ഈ നായയൊക്കെ എവിടെയെങ്കിലും നായയൊക്കെ കെടുക്കുന്നതിന് മുമ്പ് ഒന്ന് വട്ടത്തിൽ കറങ്ങിയിട്ടാണ് ഒരു സ്ഥലത്തിലേക്ക് എടുക്കുക പൊതുവേ. അപ്പോൾ അവർ ചുറ്റും നോക്കിയിട്ട് തൻ്റെ ശത്രുക്കളുണ്ടോ എന്ന് നോക്കുന്നൊരു ഇൻസ്റ്റിങ്ക്റ്റാണത്. അത് കൂട്ടിലായാലും അത് ചെയ്യും. ഇതുപോലെ നമ്മൾ ഒരു കാലത്ത് ഒറ്റയ്ക്ക് നടന്നിരുന്ന കാലത്ത് പിന്നിൽ നിന്ന് അടിയേറ്റ് ശീലിച്ച ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ജീൻ നമ്മളിൽ കിടക്കുന്നതുകൊണ്ടാണ് എപ്പോഴും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളത്. അപ്പോൾ അതവിടെ ഉണ്ട്. നമ്മൾ അത്ര അറിവുണ്ടായതുകൊണ്ടോ സംസ്കാരം ഉള്ളതുകൊണ്ടോ പോകുന്നതല്ല. ഇതുപോലെ നമ്മളൊരു തൃശ്ശൂർ ജില്ലക്കാരും പാലക്കാട് ജില്ലക്കാരും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലക്കാരൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഉണരുക. പക്ഷെ തമിഴ്നാടും കേരളവും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളീയൻ ഉണരും. അപ്പോൾ പിന്നെ ജില്ലക്കാരൊക്കെ ഒന്നാവും. പിന്നെ ഇന്ത്യയോ പാകിസ്ഥാനോ മറ്റു രാജ്യങ്ങളോ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരെന്നുള്ള ഐഡൻറ്റിറ്റി ഉണരും. സംസ്ഥാനങ്ങൾ മുഴുവൻ ഒന്നാവും. പക്ഷെ അതിൻ്റെ അർത്ഥം തൃശ്ശൂർക്കാരൻ്റെ ഐഡൻറ്റിറ്റി പോയി എന്നല്ല. തൃശ്ശൂരും പാലക്കാടും തമ്മിലുള്ള ഇഷ്യൂ വരുമ്പോൾ അപ്പോൾ വീണ്ടും തൃശ്ശൂർക്കാരൻ ഉണരും. അപ്പോൾ ബോധം എന്ന് പറയുന്നത് ഏറ്റവും പ്രാകൃതമായ തൊട്ട മുമ്പിൽ നിൽക്കുന്നവൻ ശത്രുവാണ് എന്ന് കരുതുന്ന ഇൻസ്റ്റിങ്ക്റ്റ് മുതൽ വികസിച്ച് ഈ പ്രപഞ്ചം തന്നെ ഞാൻ ആണ് എന്ന് പറയുന്ന അറിവ് വരെ ഇടകലർന്നിരിക്കുന്ന ബോധത്തിൻ്റെ അവകാശികളാണ് നമ്മളൊക്കെ. ഇപ്പോൾ പ്രാപഞ്ചികമായ വാസനകളാലും സാമൂഹികമായ വാസനകളാലും വൈയക്തികമായ വാസനകളാലും ഈ ഒരു വ്യക്തിയെ എടുക്കുക. ഈ വ്യക്തി എന്ന് പറയുന്നത് ആൾ ഭർത്താവാണ്, മകനാണ്, മകളാണ്, ഭാര്യയാണ്, അച്ഛനാണ്, അമ്മയാണ്, ഓഫീസിൽ പോയാൽ ഓഫീസറാണ്. ഇപ്പോൾ നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നത് വരെ 1000 ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ട ഒരാളാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്നത് പോലെയല്ല നമ്മൾ ഇരിക്കുന്ന ഒരാളല്ല പിന്നെ പുറത്തിറങ്ങി ഒരു സുഹൃത്തിനോട് മിണ്ടുമ്പോൾ, ഭാര്യയുടെ അടുത്തിരിക്കുന്ന ആളല്ല നമ്മൾ കുഞ്ഞിനോട് മിണ്ടുമ്പോൾ. അപ്പം ഇങ്ങനെ 1000 തരത്തിലുള്ള ഐഡൻറ്റിറ്റികളാണ് സാമൂഹികമായിട്ട് ഒരു വ്യക്തിയിൽ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊക്കെ ചേരേണ്ടപടി ചേർന്നില്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവും. ഇപ്പോൾ കുഞ്ഞിനോട് ഭാര്യയോട് പെരുമാറുന്ന പോലെ പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു വ്യവസ്ഥയ്ക്ക് എന്തോ കോട്ടം തെറ്റിയതുപോലെയാണ്. ഇപ്പോൾ ഗുരു നിത്യ പറയും, എവിടെയാണോ വ്യവസ്ഥയുള്ളത് അവിടെയാണ് സ്വസ്ഥതയുള്ളത് എന്ന്. അപ്പോൾ ഈ അനേകം തരത്തിലുള്ള ഐഡൻറ്റിറ്റികളുള്ള ഒരു വ്യക്തി ഒരു ഭാഗത്തിരിക്കുന്നു, അതിൻ്റെ അടിയിൽ അനേക സംസ്കൃതികളിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു സാമൂഹിക സംസ്കാരം ഇരിക്കുന്നു, അതിൻ്റെ ഇടയിൽ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വാസനകളിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന അതീവ സങ്കീർണമായ ഒരു ബോധത്തിൻ്റെ അവകാശിയായിട്ടാണ് ഒരു മനുഷ്യനിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് ഇവിടെ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ആന്തരികമായ ഗുണമല്ല, നമ്മളുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞ ആ ഐഡൻറ്റിറ്റിക്ക് മാത്രം ഉണരാനുള്ള അന്തരീക്ഷം ഒരുങ്ങിയതുകൊണ്ട് സമാധാനത്തിലിരിക്കുന്നതാണ്. അല്ലാതെ നമ്മളെല്ലാവരും നല്ലവരായതുകൊണ്ടല്ല. ഇതൊക്കെ ചിതറാവുന്നതേ ഉള്ളൂ. ഒരു സെക്കൻഡ് മതി നമ്മൾക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന,
നമ്മളുടെ മറ്റേതെങ്കിലും ഒരു ഐഡൻറ്റിറ്റിയെ ഉണർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മതി, നമ്മൾ പിന്നെ വേറൊരാളാണ്, കംപ്ലീറ്റ് അങ്ങ് മാറും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ആന്തരികമായ ഗുണം കൊണ്ട് മാത്രമല്ല, മറ്റ് പല ആയിരം ഘടകങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടിയിട്ട് കിട്ടിയ ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമാധാനം എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ അത്ര സങ്കീർണമായ ഒരു ജീവി കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ അവസരമുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമെന്ന് കരുതിയത് കൊണ്ടാണ് പണ്ട് സമാധാനം കിട്ടിയവരൊക്കെ കൃതജ്ഞതയുള്ളവരായത്. ഞാൻ എൻ്റെ സമാധാനം കണ്ടെത്തി എന്നല്ല പറഞ്ഞത്, ദൈവാനുഗ്രഹ ഹേതുകം എന്നാണ് പറഞ്ഞത്. ദൈവാനുഗ്രഹം കൊണ്ട് സമാധാനത്തോടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാണ് ഋഷിമാരും എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള അതീവ സങ്കീർണമായ ഒരു ബോധത്തോടെ അതീവ സങ്കീർണമായൊരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനിലും പ്രശാന്തിക്കും സമാധാനത്തിനുമുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ എങ്ങനെ നമുക്ക് കഴിയുന്നത്ര ഉണർത്തിക്കൊണ്ടുവരാം എന്ന് വിനയപൂർവ്വം അന്വേഷിച്ച ഗ്രന്ഥങ്ങളാണ് നമ്മളുടെ ശ്രുതികൾ, ഉപനിഷത്തുകളായാലും ബൈബിളായാലും ഗീതയായാലും ഒക്കെ. അപ്പോൾ അവരൊക്കെ പെട്ടെന്നൊരാൾക്ക് ഇതാ നിങ്ങൾ സമാധാനത്തിലാവാം എന്നൊന്നും ഓഫർ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ വളരെ ക്ഷമയോടും സാവകാശത്തോടും കൂടി ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഒരു പ്രശാന്തിയിലേക്ക് ഉണരാൻ കഴിയില്ല, നല്ല ക്ഷമയുണ്ടെങ്കിലേ കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദർശനങ്ങളും ക്ഷമയ്ക്ക്, സംയമത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തത്. ഇപ്പം സംയമം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉണർന്നു വരുന്നതിനെ ഒന്ന് അടയ്ക്കാനാണ് പറയുന്നത്, ഇല്ലാതാക്കാനല്ല. സംയമം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അടക്കി വയ്ക്കുക, കാരണം ഇല്ലാതാവില്ല എന്ന് അവർക്കറിയാം. ഞാൻ ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി യതിചരിതം ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ ഞാൻ ഗുരുനിത്യയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെൻറ്റൻസ്, ഒരു പക്ഷേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം തന്നിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഗുരുവിൻ്റെ. അപ്പോൾ ഗുരു 73-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതാൻ തീരുമാനിച്ചപ്പോൾ അതിലൊരു സെൻറ്റൻസ് എഴുതിയിരുന്നു, എനിക്കിപ്പോൾ 73 വയസ്സായി. എൻ്റെ ഗുരു നടരാജഗുരു ഇപ്പോൾ ജീവിച്ചിരുന്നു എന്ന് കരുതുക. എന്നേക്കാൾ ഗുരുവിൽ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ വന്നാൽ എനിക്ക് അയാളോട് ഇപ്പോഴും അസൂയ തോന്നും. പക്ഷേ എൻ്റെ അസൂയ ആ ആൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പക്ഷേ എൻ്റെ അസൂയയെ ഞാൻ പഴിക്കില്ല. എനിക്ക് തരിയില്ലാത്ത മുന്തിരിയാവണ്ട, എനിക്ക് മുള്ളില്ലാത്ത ചെടിയിലെ പനിനീർപ്പൂവാവണ്ട, എനിക്ക് വിഷമില്ലാത്ത പാമ്പാവണ്ട. അപ്പോൾ ഇതൊരു ആഴത്തിൽ ബോധത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ്. 4 ദിവസം പോയിട്ട് എവിടെയെങ്കിലും പോയി ധ്യാനിക്കുകയോ കുറച്ച് പ്രാർത്ഥിക്കുകയോ 4 പുസ്തകവും വായിച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ പറയും, എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ അസൂയേ വരുന്നില്ല, എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ ദേഷ്യമേ വരുന്നില്ല. അപ്പം അങ്ങനെ ദേഷ്യം വരിക, അല്ലെങ്കിൽ അസൂയ ഉണരുക, വെറുപ്പ് വരിക എന്നൊക്കെ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒന്നാണെന്ന് കരുതി അതിനെതിരെ ശത്രുക്കളായിട്ട് നമ്മൾ മാറി. അതിൻ്റെ ഇടയിലാണ് ഒരു ഗുരു വളരെ മനഃശാസ്ത്രം ആഴത്തിൽ മനസ്സിലാക്കിയൊരു മനുഷ്യൻ പറയുന്നു, എനിക്ക് അസൂയ വരും. പക്ഷേ പാമ്പിൻ്റെ ഉള്ളിൽ വിഷം എന്ന് പറയുന്നത് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല, അത് വേറൊന്നിനെ കൊത്തുന്നത് വരെ. അപ്പോൾ അസൂയയോ ഒരാളും ഞാൻ ഇനി 10 മിനിറ്റ് അയാളോട് അസൂയ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അസൂയ ഉണ്ടാക്കാൻ പറ്റാറില്ല. അസൂയയെ നമുക്കൊരിക്കലും ഉണർത്താൻ കഴിയില്ല, വെറുപ്പിനെ നമുക്കൊരിക്കലും ഉണർത്താൻ കഴിയില്ല. നന്മയെ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റൂ, ഒരു തിന്മയെയും ഒരാൾക്ക് ഉണർത്താൻ കഴിയില്ല. ഞാൻ ഇനി അയാളോടൊന്ന് കോപിക്കട്ടെ എന്നൊരാൾക്കും കരുതാൻ പറ്റില്ല, പക്ഷേ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അറിയാതെ സ്നേഹത്തെ സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പം ജീവന് കാരണം നമ്മുടെ ബോധത്തിന് നന്നായിട്ടറിയാം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വന്നാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു നെഗറ്റീവ് ഇമോഷനെയും സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഉള്ളിൽ ഉണർന്ന് വരുമ്പോൾ എക്സ്പ്രസ് ചെയ്തു പോകുന്നതാണ്. പക്ഷെ ഞാനിനി എൻ്റെ കുഞ്ഞിനെ കുറച്ച് നേരം സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് എന്തിനാ ഉടനെ സ്നേഹം വരും. ഞാനിനി കുറച്ച് നേരം അയാളെൻ്റെ ശത്രുവാണ്, ഞാൻ അയാളെ കുറച്ച് നേരം വെറുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വെറുപ്പ് വരില്ല. പക്ഷെ നമ്മൾ വളരെ പ്രശാന്തിയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നിയ ആളുകളോട് ചിലപ്പോൾ സ്നേഹം വരും. അപ്പം നന്മകളെ നമുക്ക് നമ്മുടെ ബോധത്തിൽ കോൺഷ്യസ്ലി ഉണർത്താൻ കഴിയും, തിന്മകളെ ഒരിക്കലും കോൺഷ്യസ്ലി ഉണർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളത്ര കുറഞ്ഞവരല്ല. അപ്പോൾ നമ്മളിൽ എന്തോ ഒരു ക്വാളിറ്റിയുള്ള ഒരു ആളാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ പ്രാപഞ്ചികവും സാമൂഹികവും വൈയക്തികവുമായ വാസനകളുടെ ഒരു കണ്ടെയ്നറിനും
അതിൻ്റെ പുറത്തേക്ക് ഒഴുക്കി വിടുന്നതിൻ്റെ ഇടയിൽ ഒരു നന്മയുടെ ഒരു കക്ഷി ഇരിപ്പുണ്ട്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് വെറുക്കാമായിരുന്നു ആരെങ്കിലും. പക്ഷെ നമുക്ക് വെറുക്കാൻ പറ്റുന്നില്ല തീരെ. വെറുപ്പ് വരികയാണ് ചെയ്യുന്നത്. വെറുക്കുക എന്ന് പറയുന്നത് പറ്റില്ല. ദേഷ്യം വന്നു പോവുക ചെയ്യുന്നത്. കാരണം ദേഷ്യപ്പെടാൻ നമുക്ക് പറ്റില്ല. നമ്മളായിട്ട് ദേഷ്യപ്പെടാൻ ഒരിക്കലും പറ്റില്ല. ഇതാണ് ഒരു ജീവൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ, ഇങ്ങനെയുള്ളൊരു ബോധത്തിലൊരു ഗുണമുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്നത് എന്തുകൊണ്ട് വരുന്നത് നമുക്കറിയില്ല. നമ്മൾ ഉണ്ടാക്കുന്നതല്ല എന്ന് ഉറപ്പായതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള കർത്തൃത്വം നമുക്ക് വേണ്ട, അതുമായിട്ടുള്ള താതാത്മ്യബുദ്ധി നമുക്ക് വേണ്ട. അതെവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ആഴത്തിൽ മനസ്സിലാക്കിയ ഗുരു അസൂയ ഉണർന്നു വരുമ്പോൾ ഇത് എൻ്റെ അസൂയയാണെന്ന് കരുതുന്നില്ല. ഈ അസൂയയ്ക്ക് പിന്നിൽ ആയിരം കാരണങ്ങളുണ്ടാകും. പക്ഷേ അസൂയയെ പുറത്തേക്ക് വിടുന്നത് ഞാനാണ്. അപ്പോൾ അവിടെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്നിടത്ത് പുറത്തേക്ക് വിട്ട് കഴിയുമ്പോഴേ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടതുള്ളൂ. കാരണം പുറത്തേക്ക് അസൂയയെ വിടുമ്പോൾ അത് എന്നെയും അത് അനുഭവിക്കുന്ന ആളുകളെയും അത് വിഷലിപ്തമാക്കുന്നു എന്നതുകൊണ്ട്. അവിടെയാണ് നമ്മൾ സംയമികളാവണം എന്ന് ലോകത്തിലെ എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും സംയമം ഉള്ളവരാവുക എന്ന് പറയുന്നതിനെയാണ് ഏറ്റവും ഉദാത്തമായ മൂല്യമായി കരുതിയത്. അപ്പം ജീവനിൽ സ്വാഭാവികമായിട്ട് നിൽക്കാവുന്ന ഒരു സ്വാസ്ഥ്യത്തിന് സാധ്യതയുണ്ട്. അതീവ സങ്കീർണമായൊരു ബോധത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ എങ്ങനെയൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കാം, ഏത് രീതിയിലൊക്കെ വ്യവസ്ഥ ഉണ്ടാക്കിയാലാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് വിനയപൂർവ്വം അന്വേഷിച്ച അന്വേഷണങ്ങളായിരുന്നു നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളെല്ലാം. അത് വലിയ ഓഫറുകൾ തരുന്നില്ല. പരമാനന്ദത്തിൽ മുറിയാതെ ജീവിക്കാമെന്നോ മോക്ഷത്തിലാവാമെന്നോ ഒന്നും പറയുന്നില്ല. ഒരു മനുഷ്യനായാൽ മതി. ഇപ്പോൾ നാരായണ ഗുരുവൊക്കെ പറയുന്നത് മതം ഏതായാലും മനുഷ്യനായാൽ മതി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനി ആയാൽ മനുഷ്യനായാൽ മതി എന്നല്ല. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു ജഗതിയിൽ അമ്മതമേകം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ജീവനുകളും സ്വസ്ഥമായിരിക്കണം, സമാധാനമായിരിക്കണമെന്ന് കരുതി പല മേഖലകളിൽ പല കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. ആ അർത്ഥത്തിൽ എല്ലാ മനുഷ്യൻ്റെ മതം ഒന്നാണ്. അവിടെ നമ്മൾ മനുഷ്യനായിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഉദാത്തമായൊരവസ്ഥയാണ്. ഇപ്പം നമ്മൾ മനുഷ്യനായിട്ടാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തെ വിടാം, ബാക്കിയൊക്കെ വിടാം. മനുഷ്യൻ്റെ ശരീരവും മറ്റ് സർവ്വജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ സംസ്കാരവുമായിട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇതിൽ വളരെ കുറച്ച് മാത്രമേ മനുഷ്യനുള്ളൂ. ഒരു 1-2% മാത്രം മനുഷ്യനും ബാക്കിയൊക്കെ എന്തൊക്കെയോ സംസ്കാരങ്ങളുമായിട്ടാണ്. ഇപ്പം മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ്. ഇപ്പം എൻ്റെ ഉള്ളിലൊരു വെറുപ്പോ അസൂയയോ കോപമോ ഉണർന്നു വരുമ്പോൾ ഇത് ഞാൻ എക്സ്പ്രസ് ചെയ്താൽ, പുറത്തേക്ക് പ്രകടിപ്പിച്ചാൽ അത് എൻ്റെ ജീവന് പുറത്തുള്ള ജീവനുകൾക്കും അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്രസ് ചെയ്യുകയും വേണ്ട. എന്നാൽ എൻ്റെ ഉള്ളിൽ ഉണർന്നു വന്ന ഈ സാധനം എൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ സപ്രസ് ചെയ്യുകയും വേണ്ട. അതിന് ഉണർന്നു വരുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുക. സമാധാനത്തോടെ സിനിമ കാണുന്നത് പോലെ, ഒരു നോവൽ വായിക്കുന്നത് പോലെ ഉണർന്നു വരുന്ന ഏത് വൈകാരികതയെയും നമ്മുടേതല്ല എന്ന് കരുതി കണ്ടുകൊണ്ടിരിക്കുക. പുറത്തേക്ക് വിടുന്നത് നമ്മളാണെന്നറിഞ്ഞ് സംയമം ചെയ്യുക. ഇതിനാണ് മനനം ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് സംയമിയായി തനിക്കും തൻ്റെ ചുറ്റുപാടിനും സമാധാനമുണ്ടാക്കുന്ന രീതിയിൽ തൻ്റെ ഉള്ളിൽ ഉണരുന്നതിനെ പ്രതികരണമായി പുറത്തേക്ക് വിടുന്നവനാരോ അവന് പറയുന്ന പേരാണ് മനുഷ്യൻ. അങ്ങനെ നമ്മളിരിക്കുന്ന സമയം എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതാണ് സമാധാനം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യനായി തീരാൻ വളരെ പ്രയാസമുള്ള ഒരു അതിസങ്കീർണമായൊരു പ്രോസസ്സാണ് മനുഷ്യനാവുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യനായിട്ടിരിക്കാൻ എങ്ങനെയുള്ള ഒരു ജീവിതചര്യയിലൂടെ, ഒരു ജീവിതശൈലിയിലൂടെയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്വസ്ഥമായ ഒരവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്ന് വിനയപൂർവ്വം പറയാൻ ശ്രമിച്ച ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞവരൊക്കെ. യേശു ക്രിസ്തു ആയാലും ബുദ്ധനായാലും എല്ലാവരും അവർ വലിയ ലക്ഷ്യങ്ങൾ ഒന്നും മുമ്പോട്ട് വെച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ജീവിക്കൂ. തൊട്ടടുത്ത് വന്നിരിക്കുന്ന മനുഷ്യനെ കാണാതെ പോകുന്നവൻ അവൻ ദൈവവിശ്വാസികളിൽപ്പെട്ടവനല്ല എന്നൊക്കെ സൂഫികളൊക്കെ പറയും. അപ്പോൾ ആ ഒരു
വളരെ സാധാരണമായ ഒരു ജീവിതത്തിൽ പ്രശാന്തമായ ഒരു ബോധത്തോടു കൂടി ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത. നമ്മളൊരു മരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ ആകെ വ്യവസ്ഥയെ തടസ്സപ്പെടുത്താതെ ഒരു മരമായിട്ട് നിൽക്കുമ്പോൾ ആ മരം നമുക്ക് വളരെ സമാധാനമുള്ളതാണ്. അത് ഒരു അതിശയോക്തിയുമില്ല. വളരെ സമാധാനത്തിൽ അതിങ്ങനെ നിൽക്കുന്നു. അതിനാവശ്യം വേണ്ട ജലത്തെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയും ആവശ്യം വേണ്ട സൂര്യപ്രകാശത്തെ സ്വീകരിക്കുകയും ചെയ്ത് അതായിട്ട് അവിടെ നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ സ്വാസ്ഥ്യം. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളെ പലപ്പോഴും മറക്കുകയും മറ്റ് പലതിനെയും കാണുകയുമാണ് ചെയ്യുന്നത്. 4 വർണ്ണാശ്രമങ്ങൾ എന്നുള്ള രീതിയിൽ പണ്ട് ഉപനിഷത്തുകൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളെ പറയും. ഇപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നൊരു വാക്ക് അവർ പറയുന്നത്, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം, വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഞാൻ പണ്ട് ഗുരുവിൻ്റെ കാൽക്കൽ പോയിട്ട് നമസ്കരിക്കുമ്പോൾ ഗുരു പറയും, ഒരിക്കൽ നമസ്കരിച്ചാൽ മതി. നമസ്കാരം എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റാണ്. എന്താണ് എഗ്രിമെൻ്റ്? ശിഷ്യൻ പറയുകയാണ് ഗുരുവിനോട്, ഞാൻ ഇത്രയും നാൾ എൻ്റെ തല പറയുന്നത് പോലെ എൻ്റെ കാലിനെ ചരിപ്പിച്ച് ജീവിച്ചു. പക്ഷേ എൻ്റെ ജീവിതം മുഴുവൻ അസ്വസ്ഥമായി. എൻ്റെ തലയിലുള്ള ധാരണകൾ പലപ്പോഴും വ്യക്തമായിരുന്നില്ല. ആരൊക്കെയോ പറയുന്നത് കേട്ടും ആരുടെയൊക്കെയോ ചിന്തകളെ പിന്തുടർന്ന് ഞാൻ ജീവിച്ചതുകൊണ്ട് എൻ്റെ ബോധത്തിന് സമാധാനം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പോയിട്ടൊരു ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ ശരീരമാണ്. ഒന്ന് ഗുരുവിൻ്റെ തലയും നമ്മുടെ കാലും, അങ്ങനെയാണ് ഒറ്റ ശരീരമായി. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇനി മുതൽ, കാരണം ഞാൻ ഗുരുവിലേക്ക് പോകാൻ കാരണം ഗുരു വളരെ സ്വസ്ഥത അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാരണം. അല്ലാതെ ഒരു ഗുരു മഹത്തായ ഗ്രന്ഥം, നമ്മൾ പണ്ഡിതന്മാരുടെ അടുത്തേക്കൊന്നും നമ്മൾ പോയിരിക്കാറില്ലല്ലോ. നമ്മളൊരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് എപ്പോഴും നമുക്ക് ഇരിക്കാൻ തോന്നാറ് നമുക്ക് സ്വാസ്ഥ്യം നൽകുന്ന ഒരാളുടെ അടുത്ത് ചെന്നിരിക്കാനാണ് നമുക്ക് തോന്നുക. വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് നമുക്ക് പോയിരിക്കാൻ നാച്ചുറലി തോന്നാറില്ല. അപ്പം അറിവുള്ള ആളുകളുടെ അടുത്തല്ല നമുക്ക് പോയിരിക്കാൻ തോന്നുക. ഏതൊരു സാന്നിധ്യമാണോ നമുക്ക് പ്രശാന്തി തരുന്നത്, മനുഷ്യർ മാത്രമല്ല, മയിൽ വന്നിരിക്കുന്നു, അണ്ണാൻ വന്നിരിക്കുന്നു, എന്താണ് ആ മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ ചുറ്റുപാടുകൾ വളരെ കംഫർട്ടബിൾ ആകുന്നു. അടുത്ത് വന്നിരിക്കുന്ന മനുഷ്യർക്ക് വളരെ ആഴത്തിലുള്ളൊരു പ്രശാന്തി ഉണ്ടാകുന്നു, ഒരു ധ്യാനാത്മകത ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത് ആ ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മളുടെ ബോധത്തെ ബ്രഹ്മം ആക്കുന്നുണ്ട്. ബ്രഹ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധത്തെ വികസിപ്പിക്കുന്നുണ്ട്, അത്രേ അർത്ഥമുള്ളൂ. ബ്രഹ്മം എന്ന് പറയുന്നതിന് നമുക്ക് മനുഷ്യന് മനസ്സിലാവാത്ത വ്യാഖ്യാനങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബൃഹത്തായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ചുരുങ്ങിയിരുന്ന നമ്മുടെ ബോധം ഒരു കണ്ണടച്ച് ഇരിക്കുമ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള ഏത് ഗുരുക്കന്മാരെയും നമ്മൾ മനസ്സിലൊന്ന് ധ്യാനിക്കുമ്പോൾ അറിയാതെ വികാസം ഉണ്ടാവും. അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഇടത്തിൻ്റെ ഗുരു, ഒരു മനുഷ്യൻ തന്നെ ആവണമെന്നില്ല ഗുരു. അതൊരു കുഞ്ഞാവാം, കുഞ്ഞിൻ്റെ ഇന്നസെൻസ് ആവാം, ഒരു മലമുകളിലാവാം, ഒരു പുഴയോരമാവാം, ഒരു കടൽ തീരമാവാം. എവിടെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആണോ നമ്മുടെ ബോധം അതിൻ്റെ സങ്കുചിതത്വത്തിൽ നിന്നും വികസിച്ച് കുറച്ചും കൂടി വിശാലമാകുന്നത്, അത് ഗുരുവാണ്. അതിനാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ സുഖം എന്നും ദുഃഖം എന്നും പറയുന്ന 2 വാക്കുണ്ട്. ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് യാത്ര ചെയ്യാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ 2 വാക്കിൻ്റെ അർത്ഥം, ഘം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. നമ്മളുടെ ബോധാകാശം എപ്പോഴാണോ വികസിച്ചിരിക്കുന്നത്, സൂ എന്ന് പറഞ്ഞാൽ വികസിക്കുക എന്നാണ്. ആ ശബ്ദത്തിൽ തന്നെ ഉണ്ട് ഒരു പ്രസരണം, ഒരു വികസിക്കൽ. നമ്മളുടെ ബോധാകാശം വികസിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് സുഖം എന്ന്. നമ്മളുടെ ബോധം ചുരുങ്ങി 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 ഞാനെന്നും എൻ്റേതെന്നും മാത്രം പറയുന്ന ചുരുങ്ങിയൊരു ലോകത്തായിരിക്കുമ്പോൾ ധൂ എന്ന് പറയുന്ന ഫീലാണ്. ധൂ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാ, ദുഃഖ. അപ്പോൾ നമ്മളുടെ ബോധം ചുരുങ്ങിയിരിക്കുമ്പോഴുള്ള അനുഭവത്തിനെ ദുഃഖമെന്നും നമ്മളുടെ ബോധം വികസിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥയെ സുഖമെന്നും പറയുന്നു. അപ്പോൾ ഒരാൾക്ക് സുഖമുണ്ടാവണമെങ്കിൽ അയാളുടെ ബോധത്തിന് വികാസം നൽകുന്ന സാന്നിധ്യങ്ങളിൽ അയാളായിരിക്കണം, എങ്കിലേ സമാധാനം ഉണ്ടാവും. വേറെ വഴിയില്ല. അതിനുള്ള ഒരു വഴി, അനേകം വഴികളിൽ ഒരു വഴി എന്ന് പറയുന്നത് ഒരു ഗുരു. അതായത് ഏതൊരു സാന്നിധ്യത്തിലാണോ
നമ്മുടെ ബോധം വികസിച്ച് ശാന്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത്, അതിനെയാണ് ഗുരു എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടുകാർ പറയുന്ന ആളുകളൊന്നും നമുക്ക് ഗുരുക്കന്മാരാവണമെന്നില്ല. പലപ്പോഴും നമ്മൾ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് പോകുന്നത് ആരോ പറയുന്നത് കേട്ടിട്ടാണ്. പുള്ളിയുടെ അടുത്ത് പോയാൽ ബിസിനസ്സൊക്കെ വികസിക്കും, പുള്ളിയുടെ അടുത്ത് പോയാൽ നല്ല സമാധാനം കിട്ടും, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പുഷ്ടി പ്രാപിക്കും. ഇങ്ങനെയൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുള്ള പ്രതീക്ഷകളുമായിട്ട് പോകുന്ന ആളുകളൊന്നും ഗുരുക്കന്മാരല്ല. യാദൃശ്ചികമായി നമ്മൾ എത്തിപ്പെട്ട് ഏതെങ്കിലും ഒരു സാന്നിധ്യം നമുക്ക് പ്രശാന്തി തരുമ്പോഴാണ് അവിടെ നമ്മൾ വീണ്ടും പോകാൻ ആഗ്രഹിക്കാൻ. നമ്മളൊരു ഇടങ്ങളും അങ്ങനെയാണ്. ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് നമ്മളെ പിടിച്ചു വലിക്കുന്നത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബോധം അതിരുകളില്ലാത്ത രീതിയിൽ വികസിക്കുന്ന ഒരു പ്രശാന്തി അനുഭവിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ തോന്നുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവന് വികാസമുള്ളതാവണം എന്നത്, അല്ലെങ്കിൽ നന്മ ഉള്ളതാവണം എന്നുള്ളത് ജീവൻ്റെ സ്വാഭാവികമായ ഒരവസ്ഥ ആയതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നന്മ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഒരിക്കലും നമുക്ക് വെറുക്കുക എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റാത്തത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സൃഷ്ടിക്കാം. നമ്മൾക്ക് ഇപ്പോഴുള്ള സമാധാനത്തിനെ കൂടുതൽ സുസ്ഥിരമാക്കാനുള്ള സാധ്യതകളുണ്ട് ജീവന്. അതിലൊന്ന് നമ്മൾ ബ്രഹ്മചാരികളാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ കാൽക്കൽ പോയി നമസ്കരിച്ച്, അപ്പോൾ ഗുരു പറയുന്ന ഒരു എഗ്രിമെൻറ്റ്, ഗുരു ഇനി അങ്ങയുടെ തല പറയുന്നത് പോലെ ഞാൻ ജീവിച്ചു കൊള്ളാം. അപ്പോൾ ആ തല എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. കാരണം എൻ്റെ ബോധത്തിന് വികാസമുണ്ടായാലേ എനിക്ക് സ്വാസ്ഥ്യമുണ്ടാവുകയുള്ളൂ എന്നെനിക്ക് ഉറപ്പായി. ബോധത്തിൻ്റെ സങ്കുചിതത്വമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായ റെമഡികൾ എനിക്ക് വേണ്ട, എനിക്ക് പെയിൻ കില്ലേഴ്സ് വേണ്ട, എനിക്ക് സ്വാസ്ഥ്യമാണ് വേണ്ടത്. എനിക്ക് എന്നെ അങ്ങ് തലോടി എന്നെ സ്നേഹിക്കൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ബോധത്തിനെ വികസിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? അങ്ങനെ എനിക്കൊരു ബ്രഹ്മചാരി ആവണം. അപ്പോൾ ഗുരു പറയുന്നു, നീ അതിന് ഗൃഹസ്ഥനാവണം. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളുടെ ബോധം ഇരിക്കുന്നത് മറ്റാരുടെയൊക്കെയോ കയ്യിലാണ്. ഒരാൾ നമ്മളെ നോക്കി ഉറക്കൊരു വാക്ക് പറഞ്ഞാൽ മതി, ഉടൻ നമ്മൾ അസ്വസ്ഥരാകും. അതിൻ്റെ അർത്ഥം എൻ്റെ ഗൃഹത്തിൻ്റെ താക്കോലിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആളുടെ വാക്കിലാണ്. ഇപ്പോൾ ഗൃഹസ്ഥനാവുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് ജീവിക്കുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഒരു ബ്രഹ്മചാരിക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ക്വാളിറ്റി അയാൾ ഗൃഹസ്ഥനാവണം എന്നുള്ളതാണ്. അവനവൻ്റെ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാവണം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് മുഴുവൻ ആരുടെയൊക്കെയോ ഗൃഹങ്ങളിലാണ്. ഏതൊക്കെയോ വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. കാലങ്ങളായിട്ട് മനുഷ്യർ പറഞ്ഞു വെച്ച രീതിയിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഒരു മുസ്ലിമായിട്ട് ജനിച്ച ഒരാൾ, അയാളൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മുസ്ലിമായി പോയെന്നേ ഉള്ളൂ. അപ്പോൾ സാമൂഹികതയിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് അയാൾ ജീവിച്ചു തുടങ്ങുക. അയാളുടെ ഗൃഹത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. ഒരു ഹിന്ദു ആയിട്ടുള്ള ആളായാലും ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളായാലും ഏത് ദർശനത്തിൽപ്പെട്ട ആളായാലും ആ ഫ്രെയിം, ആ ഗൃഹം എന്ത് പറയുന്നുവോ അതിന് വിധേയപ്പെട്ട് അടിമപ്പെട്ട് ഞാൻ ജീവിക്കേണ്ടി വരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് തിരിഞ്ഞ് എനിക്കെന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ആ രീതിയിലേക്കൊന്ന് മാറേണ്ടതുണ്ട്. ഇപ്പം മറ്റുള്ളവരുടെ ഗൃഹങ്ങളിൽ അകപ്പെട്ടു പോയ നമ്മുടെ ബോധത്തെ അതിൽ നിന്ന് വിടർത്തി ആദ്യം ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് തിരിയണം, എൻ്റെ ഗൃഹത്തെ തിരിച്ചു പിടിക്കണം. ആ ഒരാളാണ് ഗൃഹസ്ഥനാവുക. കാരണം ഒരു ബ്രഹ്മചാരി ആദ്യം തിരിച്ചറിയേണ്ടത് എൻ്റെ ഗൃഹത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് വേണ്ട അതിനെ വികസിപ്പിക്കാൻ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് വെറും അതൊന്നും എനിക്ക് സമാധാനം തരുന്നില്ലല്ലോ. ഞാനിപ്പോൾ ഈ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയത് ഞാൻ ജനിച്ചു വളർന്നു, ഞാൻ പല മതവിശ്വാസത്തിൽപ്പെട്ട ആളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട പല ദർശനങ്ങളും ഞാൻ എൻ്റെ തലയിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് സ്വസ്ഥത തരുന്നില്ല. സ്വസ്ഥത തരുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ അന്വേഷണം തുടരേണ്ടതില്ല, അവിടെ നിൽക്കണം, പിന്നെ അത് ജീവിച്ചാൽ മതി. അപ്പോൾ പല വഴികളിൽ സഞ്ചരിച്ചിട്ടും എനിക്കൊരു സ്വാസ്ഥ്യം കിട്ടാതെ ആകുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ ഒരു ഗുരുവിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഗുരു പറയുന്നു മറ്റതിനൊക്കെ മാറ്റി നിർത്തൂ, അതൊന്നും തെറ്റായതുകൊണ്ടല്ല, ആദ്യം നീ അറിയേണ്ടത് നിൻ്റെ ഗൃഹം എന്താണ് എന്നാണ്. അങ്ങനെ നമ്മളുടെ ഗൃഹത്തിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് കയറി ഇടപെടാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. പെട്ടെന്ന് പരിവർത്തനം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത്. കാരണം നമ്മുടെ ഗൃഹം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല, അതീവ സങ്കീർണമാണ്. ആ സങ്കീർണതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു പുതിയൊരു വീട് കാണാൻ പോയാൽ
ഒരു വീട് പാർക്കലിന് നമ്മളെ ക്ഷണിച്ച് നമ്മളൊരു വീട് കാണാൻ പോയാൽ ആദ്യം നമ്മൾ ചെയ്യുക, വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാം ഒന്ന് നടന്ന് കാണും. എല്ലാ മുറികളും കൊണ്ടുപോയി കാണിക്കും, എത്ര ടോയ്ലറ്റ് ഉണ്ടെന്ന് കാണിക്കും, മുറികൾ കാണിക്കും, കിച്ചൺ കാണിക്കും. എല്ലാം കാണിച്ചതിന് ശേഷമേ നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഒരു നിരീക്ഷണമാണ്. ചുറ്റുപാടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും. നമ്മളൊരു നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ആദ്യം തന്നെ പറയും വീട് നിൽക്കുന്ന സ്ഥലത്ത് നല്ല വ്യൂ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ചുറ്റുപാടൊക്കെ കൊള്ളാം, നല്ല സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത്, ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറാം. നമ്മളകത്തേക്ക് കയറി എല്ലാം ഒന്ന് പരിചയിച്ചതിന് ശേഷമാണ് നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുക. ഇതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുക. കാട്ടിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാവരും കാട്ടിലായിരുന്നു, പിന്നെ പ്രത്യേകിച്ച് കാട്ടിൽ പോയിരിക്കണ്ടല്ലോ. പണ്ട് മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നത് കാട്ടിലായിരുന്നല്ലോ, കാട്ടിലും ഗുഹകളിലൊക്കെ ആയിരുന്നല്ലോ. വാനം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വാനം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയാം. ആകാശത്തിലിരുന്ന് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അതായത് ബോധത്തെ നമ്മുടെ ഗൃഹത്തിൽ കയറി പെട്ടെന്നൊന്നും ഇടപെടാതെ മാറി നിന്നുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഈ പ്രോസസ്സിനൊന്ന് പെട്ടെന്ന് കയറിയിട്ട് ഇടപെടാതെ എന്തൊക്കെ എൻ്റെ ബോധത്തിൽ നടക്കുന്നതെന്നൊന്ന് മാറി നിന്ന് കാണുക. ഇപ്പോൾ ഒരു ഉപനിഷത്തിൽ ഒരു മരത്തിൽ ഒരു പക്ഷിനെ അവതരിപ്പിക്കും. ഒരു പക്ഷി പഴങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി തിന്നുന്ന പക്ഷി, വേറൊരു പക്ഷി പഴങ്ങളൊക്കെ കൊത്തി തിന്നുന്ന പക്ഷിയെ നോക്കിയിരിക്കുന്ന പക്ഷി. പക്ഷേ ഈ പഴങ്ങൾ കൊത്തി തിന്നുന്ന പക്ഷി മാത്രമേ നമ്മളിലുള്ളൂ, ഇത് നോക്കിയിരിക്കുന്ന കക്ഷിയില്ല. അപ്പോൾ ഈ പഴങ്ങൾ കൊത്തി തിന്നുന്ന പക്ഷിയോട് പെട്ടെന്ന് പഴങ്ങൾ കൊത്തി തിന്നൽ നിർത്താൻ പറയരുത് എന്നാണ്. പെട്ടെന്ന് ഒന്നും തടയരുത്, ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ലൊരു ഡോക്ടറുടെ അടുത്ത് നമ്മളൊരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, നല്ലൊരു വൈദ്യനാണെങ്കിൽ ഇപ്പോൾ എന്താ അസുഖം, പനി, ഒരു മരുന്നങ്ങ് എഴുതി തരില്ല. നല്ല ഡോക്ടർ ചോദിക്കും എത്ര ദിവസമായി തുടങ്ങിയിട്ട്, എന്താ അതിൻ്റെ കാരണം, മെല്ലെ 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 പരിശോധിച്ച് ആ പനി ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് അറിഞ്ഞ് അതിനെയാണ് ചികിത്സിക്കുക നല്ലൊരു ഡോക്ടർ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ദേഷ്യം ഉണ്ടായി, അപ്പോൾ ഒരു സ്വാമിയോ ഒരു മുല്ലാക്കയോ ഒരു പുരോഹിതനോ പറയും നിങ്ങൾ കോപിക്കരുത്. ഉടനെ നമ്മൾ പേടിച്ചില്ല. എന്നാൽ ഈ കോപം എവിടെ നിന്ന് വരുന്നു, അതെങ്ങനെ രൂപപ്പെടുന്നു, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ള പഠനമല്ല. അതുകൊണ്ട് ഒരു വാനപ്രസ്ഥിയെ നമുക്ക് ഇപ്പം മതങ്ങളൊന്നും തരുന്നില്ല ദർശനം. അത് വേദോപദേശങ്ങൾ മാത്രമേ തരുന്നുള്ളൂ, ഉപദേശങ്ങൾ മാത്രമേ തരുന്നുള്ളൂ, ഒരു അറിവ് തരുന്നില്ല പലപ്പോഴും. അത് നമുക്ക്, കാരണം അത് ആഴമുള്ളതാണ്, ഇരുന്ന് പഠിക്കേണ്ടതാണ്, ക്ഷമ വേണ്ടതാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു വാനപ്രസ്ഥിയാവുക എന്ന് പറയുന്നത്. നമ്മൾ ഉടനെ കയറി നമ്മൾ പാപിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, മോശമാണ് എന്ന് പറഞ്ഞ് ബത്സിക്കാതെ നമ്മളെ ഒന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം നമ്മളൊരു വീട് എങ്ങനെയാണോ, പുതിയൊരു വീട്ടിലേക്ക് കയറി നമ്മളെങ്ങനെയാണോ വീട് മുഴുവൻ നോക്കി കാണുന്നത്, അതുപോലെ നമ്മളുടെ ബോധത്തെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇവർ വാനപ്രസ്ഥിയാവണം. അപ്പോൾ ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ ഗൃഹത്തിൽ കാണുന്നത് കണ്ടിട്ട് അതിനെ കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ കാര്യം പറഞ്ഞു. ഗുരുവിന് 73-ാമത്തെ വയസ്സിലും അസൂയ വന്നാൽ ഗുരു പറയുന്നത് ഞാൻ പേടിക്കില്ല, ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഏത് സമയത്തും അസൂയ വരാൻ സാധ്യതയുള്ള ബോധത്തിൻ്റെ ഉടമയാണ് ഞാൻ. പക്ഷേ എൻ്റെ അറിവ് കൊണ്ട് ഞാനത് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിലൊരു വെറുപ്പോ വിദ്വേഷം ഉണ്ടായാൽ തന്നെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മളുടേതാണെന്നാണ്. പക്ഷേ ആഴത്തിൽ അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും വ്യക്തിബോധത്തിൽ നിന്ന് ഉണരുന്നതല്ല, സമഷ്ടി ബോധത്തിലുണ്ടാകുന്ന ഒരു അലയാണ്. അത് എൻ്റെ കോൺഷ്യസ്നെസ്സിലൂടെ വന്നു എന്നേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് വിടുന്നത് മാത്രമാണ് എൻ്റേത് എന്ന അറിവ് ഒരു വാനപ്രസ്ഥിക്കേ ഉണ്ടാവും. നമ്മളിതിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം, നമുക്കൊരു ഭയങ്കരമായ വെറുപ്പ് വരുന്നു, ഗൃഹത്തിൽ ഒരു വെറുപ്പുണ്ടായി. വെറുപ്പുണ്ടാവുമ്പോൾ വാനപ്രസ്ഥി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംയമത്തോടുകൂടി അതിനെ നോക്കിയിരിക്കും. ഇനി എന്താ വെച്ചാൽ ഞാൻ കളിച്ചോളൂ, നിൻ്റെ പണിയൊക്കെ എടുത്തോളൂ. അത് കുറേ സമയം അതിൻ്റെ പണിയൊക്കെ എടുത്ത് മെല്ലെ അടങ്ങി അങ്ങില്ലാണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ കയറുന്നു. ആ ബസ്സിലെ ബാക്കിലെ സീറ്റിൽ നമുക്ക് പോയിട്ടിരിക്കണം. ഒരു സീറ്റുണ്ട് ബാക്കിൽ. ഈ രണ്ട് സൈഡിലിരിക്കുന്ന ആളുകൾ 2-3 സീറ്റ് ഒഴിഞ്ഞിരിക്കുന്ന നമുക്ക് പരിചയക്കാരാണ് ആളുകളൊക്കെ. പക്ഷെ നമ്മളെ ബാക്കിലെ സീറ്റിൽ നമ്മുടെ ലക്ഷ്യമായതുകൊണ്ട് ഇവരൊന്നും കാണാതെ നമ്മൾ നേരെ പോയിട്ട് ബാക്കിൽ അങ്ങ് ഇരുന്നു എന്ന് കരുതാം. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അവരവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷെ നമ്മളെ കണ്ടോടുകൂടി അവർ നമ്മളെ നോക്കും. പക്ഷെ നമ്മൾ ഇവരൊന്നും നോക്കാതെ, ഇവരെ നോക്കിയൊന്ന് ചിരിക്കുക പോലും ചെയ്യാതെ, ഇവരെ മൈൻഡ് ചെയ്യാതെ നേരെ പോയിട്ട് ബാക്കിലിരുന്നാൽ ആ നിമിഷം മുതൽ ഇവരൊക്കെ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. എന്തായിരിക്കും നമ്മളെ നോക്കി ചിരിക്കാതെ പോയത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ, നമ്മളിതൊന്നും ആയിരിക്കില്ല, നമ്മളെ ബാക്കിലിരിക്കണം എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്നാൽ നമ്മൾ കയറിയിട്ട് ഇവരൊന്ന് വെറുതെ നോക്കി ചിരിച്ചു എന്ന് കരുതാം.
കാണാട്ടോ, ബാക്കിലൊരു സീറ്റുണ്ട്, അങ്ങോട്ട് പോവുകയാണെ ഒന്ന് ചിരിച്ച് വെറുതെ ഒന്ന് അവരൊക്കെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് തൊട്ട് തലോടി നമ്മൾ ബാക്കിൽ പോയിരുന്നാൽ ആ നിമിഷം അവരൊക്കെ നമ്മളെ മറക്കും. പിന്നെ അവരെന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് തുടരും. പക്ഷെ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ബോധശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അതകന്നു പോകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കോൺഷ്യസ്നെസ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊരു വെറുപ്പുണ്ടായാൽ ആ വെറുപ്പിനെ നമ്മൾ ഒന്ന് ചിരിച്ചിട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് കൊടുത്താൽ അതങ്ങ് പോകും. പക്ഷെ അങ്ങനെ ചിരിച്ചിട്ട് ഇരുന്ന് കൊടുക്കണമെങ്കിൽ വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ പറയുന്നത് നമ്മളുണ്ടാക്കിയതല്ല, നമ്മളറിയാം. ഈ ബസ്സിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന കുറച്ച് കക്ഷികൾ മാത്രമാണ്, അതെങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല. ആ അറിവുണ്ടാവണം. അതിന് നമ്മളുടെ ബോധത്തിലെ ഫങ്ഷനെ സൂക്ഷ്മമായിട്ട് അറിയുന്നവരാവണം. നമ്മൾ വാനപ്രസ്ഥികളാവണം. മാറി നിന്ന് ബോധത്തിലെ ഫങ്ഷൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്നവനാരോ അവനാണ് വാനപ്രസ്ഥി. അപ്പോൾ അറ്റാച്ച്ഡ് ആയാൽ, കൂടെ ഇരുന്നാൽ മാത്രമേ ഇല്ലാതെയാവും. അല്ലാതെ മാറി നിന്നാൽ, നമ്മൾ മാറി നിൽക്കുന്നത് ഒന്നുകിൽ ഭയന്നിട്ടായിരിക്കും, അത് നമ്മൾ ഉപദ്രവിക്കുന്നു എന്നുള്ള ഭയം കൊണ്ടാണ്. നമ്മൾ മാറി നിൽക്കും തോറും അത് നമ്മളെ സ്മരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇമോഷൻസിൻ്റെ നമ്മൾ മാറി നിൽക്കുമ്പോൾ അത് നമ്മളെ സ്മരിക്കും. നമ്മൾ ആരോഗ്യപരമായി കൂടെ നിന്നാൽ അത് വിസ്മരിക്കപ്പെടും. ഇതാണ് നമ്മൾ നെഗറ്റീവ് എന്ന് വിളിക്കുന്ന ഇമോഷൻസിൻ്റെ ഒരു താന്ത്രികത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിത്യൻ പറയുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ അസൂയ വരുമ്പോൾ എൻ്റെ അസൂയയെ ഞാൻ പഴിക്കില്ല. കാരണം എനിക്ക് തരിയില്ലാത്ത മുന്തിരി ആവണ്ട. പക്ഷേ എൻ്റെ അസൂയ പുറത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരണമായിട്ട് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അത് ഞാൻ ചെയ്യും. കാരണം അത് ചെയ്താൽ ഞാനും എൻ്റെ ചുറ്റുപാടിരിക്കുന്ന ആളുകളും വിഷലിപ്തമാവും, അസ്വസ്ഥമാവും. അപ്പോൾ സമാധാനമുണ്ടാവണം, സ്വസ്ഥതയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ബ്രഹ്മചാരിയാവണം. അവൻ്റെ ബോധത്തിന് വികാസം നൽകുന്ന രീതിയിൽ അവൻ്റെ ജീവിതത്തിന് വ്യവസ്ഥയുണ്ടാക്കുന്ന ആളാവണം. ആൾക്ക് പറയുന്ന പേരാണ് ബ്രഹ്മചാരി. അങ്ങനെ ബോധത്തിൽ വികാസമുണ്ടാവണം, വ്യവസ്ഥയുണ്ടാവണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ ഗൃഹങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ ബോധത്തെ അവിടെ നിന്നൊക്കെ തിരിച്ചു പിടിച്ച് നമ്മുടെ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവരാവണം. പക്ഷെ നമ്മുടെ ഗൃഹം നമുക്ക് തീരെ പരിചയമില്ല. മറ്റുള്ളവരെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പരിചയം. ആ ആൾക്കെപ്പോൾ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം, അപ്പുറത്തിരിക്കുന്ന ആളെപ്പോൾ വെറുക്കും എന്ന് എനിക്കറിയാമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമുക്കെപ്പോൾ വരുന്നത് നമുക്കറിയില്ല. മറ്റുള്ള ആളുകളെ സദാ നിരീക്ഷിക്കുന്നവരാണ് നമ്മൾ, പക്ഷെ നമ്മളെ തീരെ നിരീക്ഷിക്കാറില്ല. പിന്നെ മറ്റുള്ളവരുടെ കയ്യിലാണ് മറ്റുള്ള ഒരാളുടെ വാക്കിൽ, അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ നോട്ടത്തിൽ, ഇപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു കർമ്മത്തിലൊക്കെ നമ്മൾ നമ്മളുടെ ഗൃഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനെ അവിടെ നിന്നൊക്കെ മെല്ലെ തിരിച്ചു പിടിച്ച് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ, നമ്മുടെ ആന്തരികതയിൽ, നമ്മുടെ സ്വച്ഛതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളാകുമ്പോൾ ഒരാൾ ഗൃഹസ്ഥനാവും. അങ്ങനെ ഗൃഹസ്ഥനായ ഒരാൾ നമ്മുടെ ഗൃഹത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തതിനാൽ ആദ്യം ഇടപെടരുത്. ഏത് തരത്തിലുള്ള ഇടപെടലും ഹിംസയാണ് ബോധശാസ്ത്രത്തിൽ. നമ്മൾ ഇടപെടാനല്ല അവർ പറയുന്നത് അറിയാനാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഭാരതീയ ദർശനങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ നിങ്ങൾ നന്നാവണമെന്ന് എവിടെയും പറയുന്നില്ല, നിങ്ങൾ അറിയണം എന്നാണ് പറയുന്നത്. അറിവിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഇടപെടണ്ട. നമ്മുടെ ബോധത്തിൽ നടക്കുന്ന എല്ലാ ഫങ്ഷനെയും, നമ്മുടെ ഗൃഹത്തിൽ നടക്കുന്ന ഫങ്ഷൻസ് എന്താണെന്ന് അറിയാനുള്ള വഴി മാറി നിന്നൊന്ന് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ ഉപനിഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ. അപ്പോൾ പഴം തിന്നുന്ന പക്ഷി അവിടെ ഇരുന്ന് പഴം തിന്നട്ടെ. പക്ഷെ ഒരു വാനപ്രസ്ഥി വെറുതെ പഴം തിന്നുന്ന പക്ഷിയെ വെറുതെ ഒന്ന് നോക്കുക. ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ കളിച്ചു നടക്കുമ്പോൾ എങ്ങനെയാണോ ഒരു നല്ല വാത്സല്യമുള്ള ഒരു അമ്മ ആ കുഞ്ഞിൻ്റെ കളികളിലൊന്നും ഇടപെടാതെ, എന്നാൽ അപകടത്തിൽ പോയി വീഴാതിരിക്കണം എന്നൊരു ശ്രദ്ധ മാത്രം വെച്ച് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നത്, അതുപോലെ നമ്മുടെ ഗൃഹത്തിൽ നടക്കുന്ന എല്ലാ ഫങ്ഷനെയും അത് നമ്മളെയും ചുറ്റുപാടിനെയും അസ്വസ്ഥപ്പെടുത്താത്ത രീതിയിൽ കളിക്കാൻ നമ്മൾ അനുവദിക്കണം. ആ പഴം തിന്നാൻ അനുവദിക്കണം. അങ്ങനെ അനുവദിച്ചുകൊണ്ട് ശ്രദ്ധാലുവായിട്ട് നോക്കിയിരുന്നാൽ മതി. അങ്ങനെ നമ്മളുടെ ബോധത്തിൽ നടക്കുന്ന, നമ്മൾ അതുവരെ എതിരായിരുന്ന, മാറ്റണമെന്ന് കരുതിയിരുന്ന ഇമോഷൻസൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ പലതും നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ ഉപദ്രവിക്കുന്നതല്ല എന്ന് മനസ്സിലാവും.
അപ്പോൾ നമ്മൾക്ക് അതിനോടുള്ള താദാത്മ്യ ബുദ്ധി, വേദാന്ത ഭാഷയിൽ പറഞ്ഞാൽ ആ ഇമോഷൻസിനോടൊക്കെ അതുവരെ ഉണ്ടായിരുന്ന ഭയം, താദാത്മ്യ ബുദ്ധിയൊക്കെ അങ്ങ് കൊഴിഞ്ഞു വീഴും. അതിന് പറയുന്ന പേരാണ് സന്യാസം. സമ്യക്കായിട്ട് നസിക്കുക എന്നാണ് അർത്ഥം. വ്യക്തി ബോധത്തിലും സാമൂഹിക ബോധത്തിലും അള്ളിപ്പിടിച്ചു നിന്നിരുന്ന നമ്മൾ, വ്യക്തി ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒന്നില്ല, എൻ്റെ ബോധത്തിൽ നടക്കുന്നതൊക്കെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ നടക്കുന്ന തിരയിളക്കങ്ങൾ മാത്രമാണെന്നൊരു ബോധ്യം വരുമ്പോൾ അതിനോടുണ്ടായിരുന്ന ആ ഒരു താദാത്മ്യബുദ്ധി അറ്റുപോകും. അവനൊരു തരം നിസ്സംഗനായിത്തീരും. നിസ്സംഗൻ എന്ന് പറയുന്നത് സ്വസ്ഥതയുള്ള ഒരാളുടെ ബോധാവസ്ഥയാണ് നിസ്സംഗത. അല്ലാതെ, കാരണം ആരോഗ്യപരമായി അറ്റാച്ച്ഡ് ആകുന്ന ഒരാളിലെ നിസ്സംഗത ഉണ്ടാവും. മറ്റ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആരോഗ്യപരമായി അറ്റാച്ച്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന്. ഡിറ്റാച്ച്ഡ് ആവുക എന്നല്ല. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അടുത്ത് കുറേ സമയം ഇരിക്കുമ്പോൾ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് ബന്ധം ഇവോൾവ് ആകുമ്പോൾ രണ്ടുപേരും ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക, അനായാസമായിരിക്കും. രണ്ടാളും അവിടെ ഉണ്ടാവില്ല. രണ്ട് പേര് എന്ന് പറയുന്നത് ഇല്ലാണ്ടായിട്ട് അവിടെ ഒരു സാന്നിധ്യം മാത്രം നിൽക്കും. അവിടെ ഈ രണ്ടു പേർക്കിടയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ബന്ധത്തിന് ആഴവും സത്യസന്ധതയും ഇല്ലാതാവുമ്പോഴാണ് അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും ഉണ്ടാവുക. മറ്റത് മറ്റേ സുഹൃത്ത് കുഴപ്പമൊന്നുമില്ല, ആൾക്ക് മനസ്സിലാവും, ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഒരു അയവാണ് നമ്മൾ അനുഭവിക്കുക. നമ്മൾ ഏറ്റവും അടുത്തിടപഴകുന്ന, ഏറ്റവും ആഴത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മളിൽ അയവാണ് ഉണ്ടാക്കുക, ഒരു ബന്ധമല്ല ഉണ്ടാക്കുക. നമ്മൾ അധികമൊന്നും ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ പറയും പുള്ളിയോട് അധികമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, വളരെ ഈസിയാണ്, അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി. ഒരു അറ്റാച്ച്മെൻ്റ് അല്ല ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആളായിട്ട് ഡിറ്റാച്ച്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പം ആരോഗ്യപരമായി ഒന്നിനോട് ചേർന്നിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സംഗത്വം എന്ന് പറയുന്നത്. അതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ബോധത്തിൽ ഉണരുന്ന ഒരു ഇമോഷൻസും നമ്മുടേതല്ല എന്നൊരാൾ തിരിച്ചറിയുമ്പോൾ ഒരാൾ സന്യാസിയായിട്ട് മാറും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ എപ്പോഴും നമ്മൾ ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണ്. കാരണം നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, ബോധം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴൊക്കെയോ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇത്ര സമയം ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഗൃഹത്തിലാണ്. മറ്റുള്ളവരുടെ ഗൃഹങ്ങളിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ വിട്ട് നമ്മുടെ ഗൃഹത്തിനോട് ചേർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനോടൊന്നും നമുക്ക് നെഗറ്റിവിറ്റി ഇല്ല. നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട്, ഇപ്പോൾ നമുക്ക് ഒരു പക്ഷി, ഒരു നിസ്സംഗനായിട്ട് ഇങ്ങനെ എല്ലാം നോക്കിയിരിക്കുന്ന ഒരു പക്ഷി, ഒരു നിരീക്ഷകൻ നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ളിൽ ഉണർന്നിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ബോധം സ്വസ്ഥമായി വരുമ്പോൾ നമ്മളിൽ സജീവമായി വരുന്ന അവസ്ഥയാണ് വാനപ്രസ്ഥി എന്ന് പറയുന്നത്. അറിയാതെ നമ്മളെല്ലാറ്റിനും കാണാൻ പറ്റും. ചുറ്റുപാടിലുണ്ടാകുന്ന ഏത് ഇഷ്യൂസിനെയും നമുക്ക് നിസ്സംഗതയോടെ ഫേസ് ചെയ്യാൻ പറ്റും നമ്മൾ സ്വസ്ഥരാകുമ്പോൾ, നമ്മൾ നമ്മുടെ ഗൃഹത്തിലാകുമ്പോൾ. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു അറ്റാച്ച്മെൻറ്റ് കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിലൊന്നും അറ്റാച്ച്ഡ് അല്ല, പക്ഷേ നമ്മൾ നല്ല ബന്ധത്തിലാണ്. ഒരു അറ്റാച്ച്മെൻ്റ് അല്ല ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോധം വികാസം ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മളിൽ നിസ്സംഗത്വം വരും. നിസ്സംഗത്വം ഒരു കാരുണ്യാധിഷ്ഠിതമായിരിക്കും, അവിടെ ഒരു നന്മയുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് ഉണരാൻ ഒരു ബോധം എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും പറഞ്ഞൊരു വിഷയത്തെ, സമാധാനത്തെ ആഴത്തിൽ അനുഭവിക്കാൻ എന്ത് ചെയ്യണം എന്നൊരു വിഷയം ലാവോത്സു 3 കാര്യങ്ങൾ പറയും. ലാവോത്സു എന്ന് പറയുന്ന ഒരു ചൈനീസ് ദാർശനികൻ താവോ തേ ചിങ് എഴുതിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോൾ, അദ്ദേഹം എഴുതിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞു, എനിക്കാകെ പറയാനുള്ളത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഒരു ബോധത്തിന് സ്വാസ്ഥ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന 3 കാര്യങ്ങൾ. അതേ എനിക്കാകെ പറയാനുള്ളൂ. അതൊന്ന് ക്ഷമ, ഒന്ന് ലാളിത്യം, മറ്റൊന്ന് കരുണ. പക്ഷെ ഇത് 3ഉം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് 3ഉം ഉണ്ടാകുന്ന അന്തരീക്ഷത്തെ എങ്ങനെ ജീവിതത്തിൽ സൃഷ്ടിക്കാം എന്ന് മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു ലാവോത്സുവിൻ്റെ പ്രസിദ്ധമായൊരു കഥയാണ്. ലാവോത്സു ശിഷ്യന്മാരായിട്ട് നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന സമയത്ത് കുറേ ആശാരിമാർ നിന്നിട്ട് കുറേ മരങ്ങൾ വെട്ടുന്നു ഒരു കാട്ടിൽ. പക്ഷേ അതിൻ്റെ നടുവിലൊരു വൻ മരം നിൽക്കുന്നുണ്ട്, ആ മരം വെട്ടുന്നില്ല. അപ്പോൾ ലാവോത്സു ശിഷ്യന്മാരോട് ചോദിക്കും, അവർക്ക് ആവശ്യമുള്ള എല്ലാ മരവും ആ വലിയ മരത്തിൽ നിന്ന് കിട്ടും, പിന്നെ എന്തുകൊണ്ടാണ് ആ മരത്തെ അവിടെ നിർത്തിയിട്ട് മറ്റു മരങ്ങൾ മാത്രം വെട്ടുന്നത്? നിങ്ങളൊന്ന് പോയി ചോദിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയിട്ട് ചോദിക്കും.
അപ്പോൾ അദ്ദേഹം പറയും, ഈ മരം ഇങ്ങനെ കാണാൻ കൊള്ളാവുന്നേ ഉള്ളൂ, അതൊരിക്കലും അതുകൊണ്ടൊരു ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി വെട്ടി അതിനെ വിറകാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുക മാത്രമേ വരൂ, ഒരിക്കലും തീ വരില്ല. അതുകൊണ്ട് അത് നിഷ്പ്രയോജനകരമായൊരു മരമാണ്. അത് മറ്റതാണെങ്കിൽ നമുക്ക് നല്ല മരങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പുള്ളതാണെന്ന് പറയും. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ടത് പറയുമ്പോൾ ലാവൂത്സു പറയും, നിങ്ങൾ ആ മരത്തെ പോലെ ആവുക എന്ന്. പക്ഷേ ഇതിനെ കൂടുതലും ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ള, അപ്പോൾ ആ മരത്തെ പോലെ ആവുക എന്ന് നമ്മളൊരു പ്രയോജനവുമില്ലാത്ത ആളാവണമെന്നാണോ, ഒരു നിഷ്പ്രയോജനമുള്ള ഒരു ജീവിയാവണമെന്നാണോ? അല്ല. മറ്റ് മരങ്ങളെല്ലാം പ്രയോജനമുള്ളതായിട്ട് തോന്നിയത് അത് അവരുടെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്ന, അവരുടെ ഡിസയറിനെ, അവരുടെ ആസക്തികളെ പൂർത്തീകരിക്കാൻ സഹായകരമായതുകൊണ്ടാണ്. ഈ വലിയ മരം ഈ ആകെ പ്രകൃതിയിലെ വ്യവസ്ഥയെ നശിപ്പിക്കാതെ തൻ്റേതായ ഇടത്തിൽ സ്വസ്ഥതയോടെ നിൽക്കുന്ന മരം തന്നെയാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ മോഹിക്കുന്ന തരത്തിൽ നിങ്ങൾ ആസക്തികളുള്ളവരായാൽ നിങ്ങളോടും ലോകത്തിന് ആസക്തി തോന്നും, അത് നിങ്ങളെ മുറിച്ച് കളയും. നമ്മളൊരു വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് പോവുക. കൃത്രിമമായിട്ടുള്ളൊരു പൂന്തോട്ടത്തിലേക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതം കൂറും. കുറച്ച് കഴിഞ്ഞാൽ ബോറടിച്ചിട്ട് തിരിച്ചു വരും. കുറച്ച് നേരം നോക്കി നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു കാട്ടിലേക്ക് പോയാലോ, പ്രത്യേക രീതിയിലൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലാത്ത, അങ്ങനെ മനോഹരമായ മരങ്ങളൊന്നുമില്ലാത്ത ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുക. ആകെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷേ കാട്ടിലേക്ക് നമ്മൾ കൂടുതൽ നടക്കുന്നതിനനുസരിച്ച് കൂടുതൽ നമ്മൾ പ്രശാന്തരായി വരും, സമാധാനമുള്ളവരായിട്ട് വരും. കാട് ഒരിക്കലും നമ്മളെ ആശ്ചര്യപ്പെടുത്തില്ല, നമ്മളെ സമാധാനമുള്ളവരാക്കും. കൃത്രിമമായി സൃഷ്ടിക്കുന്നതെല്ലാം നമ്മളെ ആശ്ചര്യപ്പെടുത്തും, പക്ഷേ സമാധാനം തരില്ല. അതുകൊണ്ട് അട്രാക്ഷനുകളിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആവാതെ സ്വസ്ഥതയും ശാന്തിയും തരുന്ന ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയോ അത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയോ അല്ല ചെയ്യുക. ആദ്യം നമ്മളെ ഒന്ന് അസ്വസ്ഥപ്പെടുത്തും. പക്ഷെ മെല്ലെ അത് നമ്മളെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകും. കാട്ടിലേക്ക് കടന്നൊരാൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ആ സിസ്റ്റം അറിയാതെ സമാധാനമുള്ളതാവും. കാരണം കാട് കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നതല്ല. അപ്പം നാച്ചുറലായിട്ടിരിക്കുന്ന ഒരിടം നമ്മളെ നാച്ചുറലാക്കും. അപ്പം നമ്മുടെ ആസക്തികളെ പൂർത്തീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കാട്ടിൽ വീട്ടിയും തേക്കും മാത്രമേ കാണൂ, വനത്തെ കാണില്ല. അപ്പോൾ ഈ നമ്മളുടെ ആസക്തികളോട് കൂടി ഒരിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആസക്തിയെ പൂർത്തീകരിക്കുന്നതിനെ കാണും. സമാധാനം വേണമെന്ന് കരുതി പോകുമ്പോൾ നമ്മൾ എല്ലാറ്റിനെയും കാണും. അപ്പോൾ ലാവോത്സു പറയുന്നത് ആ മരത്തെപ്പോലെ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ ഗുണമുള്ളത് എന്ന് പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമ്മളെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കൃത്രിമമായിട്ട്. മറ്റുള്ളവരുടെ ഇച്ഛക്കനുസരിച്ച് നമ്മളുടെ വ്യക്തിത്വത്തെ വെട്ടിമുറിച്ച് അവരുടെ നല്ല വാക്കുകൾക്ക് വേണ്ടി നമ്മളുടെ സ്വാഭാവികമായ വ്യക്തിത്വത്തെ വെട്ടിമുറിച്ച് രൂപപ്പെടുത്തുമ്പോൾ അതിനെ നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരാൾ എപ്പോഴും യൂസ്ലെസ് ആയിട്ടാണ് തോന്നുന്നത് ആളുകൾക്ക്. പലരും എന്നോട് നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കി, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നു എന്തോ ഒരു യൂസ്ലെസ് ആയിട്ട് തോന്നും. അപ്പോൾ എന്തൊക്കെയോ ചെയ്യുക എന്ന് പറയുന്നിടത്താണ് ജീവിതം ഇരിക്കുന്നതെന്ന് ധരിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ പുസ്തകം എഴുതുന്നുണ്ട്, പിന്നെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകും, വെരി ഗുഡ് എന്ന്. അപ്പോൾ പുസ്തകം എഴുതുകയും ക്ലാസ് എടുക്കുകയും ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് മഹത്താണെന്നാണ് അവർ കരുതുന്നത്. അത് കേട്ടിട്ട് ഞാൻ പുസ്തകം എഴുതാനും ക്യാമ്പ് സംഘടിപ്പിക്കാനും ക്ലാസ് എടുക്കാനും നടന്നാൽ എൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടും. അപ്പോൾ ക്ലാസ് എടുക്കുകയോ ക്യാമ്പ് സംഘടിപ്പിക്കുകയോ ചെയ്യുന്നത് മോശമല്ല, പക്ഷേ അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ, കൃത്രിമമാണെങ്കിൽ അത് നമ്മളെ അസ്വസ്ഥതയ്ക്ക് ഉണ്ടാക്കും. അപ്പോൾ അവനവനായിരിക്കുക എന്ന് പറയുന്ന ഒരു തനിമയിലേക്ക്, ഒരു സ്വാഭാവികതയിലേക്ക്, അവനവൻ്റെ സ്വഭാവത്തിനനുസൃതമായ ഒരു ജീവിതചര്യയിലേക്ക് നമ്മൾ വരണം. അതാണ് ആ മരത്തെ പോലെ ആവുക എന്ന് പറയുന്നത്. നാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി ഒരിക്കൽ ടാഗോർ വരുന്നു. ടാഗോർ നാരായണ ഗുരുവിനെ കാണാൻ വരുമ്പോൾ നടരാജ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് ഗീതാഞ്ജലി ഒന്ന് വായിച്ച് കേൾക്കണം. നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ് കുമാരനാശാൻ. കുമാരനാശാൻ കവിയാണ്. അപ്പോൾ കുമാരനാശാൻ കവിയായതുകൊണ്ട് നടരാജ ഗുരുവും കവിത ഒക്കെ എഴുതാൻ തുടങ്ങിയിരുന്ന കാലം ധാരാളം കവിതകൾ എഴുതുമായിരുന്നു നടരാജ ഗുരു. അപ്പോൾ ഗീതാഞ്ജലിയൊക്കെ വായിച്ച് കേട്ടിട്ട് നാരായണ ഗുരു പറഞ്ഞു നടരാജ ഗുരുവിനോട്, തമ്പി ഇത് ഒരു കടങ്കഥ പറഞ്ഞതുപോലെ ഇരിക്കുന്നു, നീ ഇതുപോലെ എഴുതരുത്. നീ എന്തെഴുതുമ്പോഴും ശാസ്ത്രയുക്തമായിട്ട് എഴുതണം,
കൃത്യമായിട്ട് എഴുതണം, കാര്യകാരണ സഹിതം അടുക്കും ചിട്ടയോടും കൂടി ഒരു വ്യവസ്ഥയോടുകൂടി എഴുതണം എന്ന് പറഞ്ഞു. പിന്നെ കുറേ നാൾ കഴിഞ്ഞു നടരാജഗുരുവിൻ്റെ അടുത്ത് ഗുരു നിത്യശിഷ്യനായിട്ട് വരുന്നു. ആ സമയത്ത് നടരാജഗുരു വേർഡ് ഓഫ് ദ ഗുരു എന്ന് പറയുന്ന ഒരു നാരായണ ഗുരുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഗുരു നിത്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷേ ഗുരു നിത്യം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഭയങ്കര കാവ്യാത്മകമായിട്ടാണ്. അപ്പോൾ മംഗളാനന്ദസ്വാമി നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ്. മംഗളാനന്ദസ്വാമി ഗുരു നിത്യയോട് പറഞ്ഞു, നിത്യ ഇത് നടരാജഗുരുവിന് ഇഷ്ടപ്പെടില്ല, കാരണം ഇതൊരു കടങ്കഥ പറഞ്ഞ പോലെയുണ്ട്. നടരാജഗുരുവിന് വളരെ വസ്തുനിഷ്ഠമായും യുക്തിയുക്തമായും പറയുന്നതാണ് ഇഷ്ടം, നടരാജഗുരുവിൻ്റെ എഴുത്തുകൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇല്ല എനിക്കിതിങ്ങനെ എഴുതാൻ പറ്റൂ, പക്ഷേ നടരാജഗുരു പറയുകയാണെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നടരാജഗുരു വായിച്ചു. അപ്പോൾ നടരാജഗുരു പറഞ്ഞു, ഞാനിത് മലയാളത്തിലാണ് എഴുതിയിരുന്നെങ്കിൽ അത് നിത്യൻ എഴുതിയതുപോലെ എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഗുരുനിത്യ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സത്യത്തിൽ ഒരു ഗുരുനിന്ദ എന്ന് പറയാം വേണമെങ്കിൽ, അതിനെ വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഗുരുക്കന്മാരുടെ ഈ ശിക്ഷണത്തെ നമ്മൾ ബാഹ്യമായിട്ട് മാത്രം നോക്കി. അപ്പോൾ മംഗളാനന്ദസ്വാമിയുടെ തലയിൽ ഇത് ഗുരുവരുൾ വായിച്ചപ്പോൾ, അതിൻ്റെ കാവ്യാത്മകത വായിച്ചപ്പോൾ പണ്ട് നാരായണ ഗുരു നടരാജഗുരുവിനോട് പറഞ്ഞതായിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ കാവ്യാത്മകമായിട്ടല്ല എഴുതേണ്ടത്, വസ്തുനിഷ്ഠമായിട്ട് എഴുതണം എന്നുള്ളതായിരിക്കും. നടരാജഗുരു കവിത എഴുതാൻ തുടങ്ങിയത് കുമാരനാശാൻ എഴുതുന്ന കണ്ടിട്ട് അതുപോലെ കവിയാവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാവോത്സ് പറയുന്നത്. അല്ലാതെ ഗുരുവിനറിയാം, നാരായണ ഗുരുവിൻ്റെ കൂടെ നടരാജഗുരു കുറേ നാളായിട്ടുള്ളത് കൊണ്ട് നാരായണ ഗുരുവിനറിയാം നടരാജഗുരുവിൻ്റെ ഈ കവിതാഭ്രമം കുമാരനാശാനോടുള്ള ഭ്രമമാണ്, അല്ലാതെ നടരാജഗുരുവിനോടുള്ള ഭ്രമമല്ല. നടരാജഗുരുവിൻ്റെ ഗൃഹത്തിലല്ല, കുമാരനാശാൻ്റെ ഗൃഹത്തിലാണ് ജീവിക്കുന്നത്, ഗൃഹസ്ഥനല്ല. പക്ഷെ നടരാജഗുരു ആവണമെങ്കിൽ, കാരണം നടരാജഗുരുവിന് ഫിസിക്സൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. നൈട്രജൻ എന്നായിരുന്നു കുറ്റപ്പേര് നടരാജഗുരുവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ. നൈട്രജൻ എന്ന് എല്ലാവരും കളിയാക്കി വിളിക്കുക. അപ്പോൾ ശാസ്ത്രയുക്തി എന്ന് പറയുന്നത് സ്വന്തം ജീനിൽ അത്ര സജീവമായിരുന്ന ഒരാളാണ് നടരാജഗുരു. അതാണ് നടരാജഗുരുവിൻ്റെ ജന്മസിദ്ധമായ ഫ്രെയിം. ആ ഫ്രെയിമിൽ ജീവിച്ചാൽ മാത്രമേ നടരാജഗുരുവിന് സമാധാനം ഉണ്ടാവൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടാഗോറിലേക്ക് അട്രാക്റ്റഡ് ആകുമെന്നും ടാഗോറിനെ പോലെയും കുമാരനാശാനെ പോലെയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറും നടരാജഗുരു എന്ന് നാരായണ ഗുരുവിന് അറിയാം. പക്ഷെ അതൊരിക്കലും നടരാജഗുരുവിന് സ്വാസ്ഥ്യം കൊടുക്കില്ല. സ്വന്തം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോഴേ സ്വാസ്ഥ്യമുണ്ടാവും. സ്വന്തം തന്ത്രത്തിനനുസരിച്ച്, തൻ്റെ സ്വന്തം ജീവൻ്റെ സ്വാഭാവികമായ തന്ത്രത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അതാണ് സ്വതന്ത്രം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരിക്കലും നടരാജഗുരുവിന് അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഗുരുവിനറിയാം. അതുകൊണ്ട് നാരായണ ഗുരുവിന് ഗീതാഞ്ജലിക്ക് എതിരല്ല. പക്ഷേ നടരാജഗുരു ഗീതാഞ്ജലിയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നറിയാം. അവിടെ നടരാജഗുരുവിനെ കറക്റ്റ് ചെയ്യാണ്. നിൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത്, നിൻ്റെ സ്വമ്മിനെ ധരിച്ചിരിക്കുന്നത് നിൻ്റെ സ്വഭാവത്തിനനുസൃതമായ രീതിയിൽ വെളിയിൽ വരണം. നിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് യുക്തിയുക്തമാണ്, ശാസ്ത്രയുക്തമാണ്. ആ രീതിയിൽ വേണം നീ എക്സ്പ്രസ് ചെയ്യപ്പെടാൻ. അങ്ങനെ എക്സ്പ്രസ് ചെയ്താലേ നിൻ്റെ ജീവിതം കാവ്യാത്മകമാവും. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക, അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയിലാണ് നടരാജഗുരുവിൻ്റെ കാവ്യാത്മക ജീവിതം ഇരിക്കുന്നത്. കാവ്യാത്മകമായ രീതിയിൽ ജീവിതത്തെ മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് നിത്യൻ്റെ ശാസ്ത്രീയ ജീവിതം ഇരിക്കുന്നത്. കാരണം അതൊരു സ്വഭാവത്തിനനുസരിച്ചാവണം, ഒന്നിനെയും ഇമിറ്റേറ്റ് ചെയ്യാതാവരുത്. ഇപ്പോൾ ഗുരുനിത്യയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ ഒരു കാവ്യ കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. എന്തിനേയും കാവ്യാത്മകമായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ആളാണ് നിത്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആന്തരികത എന്ന് പറയുന്നത് കാവ്യാത്മകതയാണ്. അത് ബൃഹദാരണ്യകം എഴുതിയാലും ഊർജ്ജതാണ്ഡവം എഴുതിയാലും മനഃശാസ്ത്രം എഴുതിയാലും സാഹിത്യം എഴുതിയാലും എന്തെഴുതിയാലും കാവ്യാത്മകമായിട്ടേ പുറത്തു വരും നിത്യൻ എഴുതിയാൽ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സ്വമ്മിനെ ധരിച്ചിരിക്കുന്ന ഭാവം കാവ്യാത്മകമായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഉണർന്നു വരുന്ന എന്തും കാവ്യാത്മകമായാലേ അദ്ദേഹത്തിന് സ്വാസ്ഥ്യമുണ്ടാവും. അപ്പോൾ നാരായണ ഗുരു, നടരാജഗുരു, ഗുരുനിത്യ എന്ന് പറയുന്നവർ അവരവരുടെ ഗൃഹങ്ങളെ ഭരിക്കുന്ന സ്വഭാവം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ സ്വധർമ്മത്തിൽ എക്സ്പ്രസ് ചെയ്തവരാണ്. ഇവിടെയാണ് ഒരാൾക്ക് സ്വാസ്ഥ്യമുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു സ്വാഭാവികതയിലേക്ക് ഇപ്പം നമ്മൾ ഒരുപാട് കണ്ടീഷൻഡായിപ്പോയി.
പല മതത്തിൻ്റെ കണ്ടീഷനിങ് ഉണ്ട്, ജാതിയുടെ കണ്ടീഷനിങ് ഉണ്ട്, ദർശനങ്ങളുടെ കണ്ടീഷനിങ് ഉണ്ട്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള അറിവിൻ്റെ കണ്ടീഷനിങ് ഉണ്ട്. ഇങ്ങനെ പലതലത്തിൽ കണ്ടീഷൻഡായിട്ട് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കാൻ ശ്രമിച്ചിട്ടും സമാധാനം കിട്ടാത്തവരാണ് കൂടുതൽ മനുഷ്യർ. അങ്ങനെയുള്ള നമുക്ക് നമ്മളുടെ സ്വാഭാവികതയിലേക്കൊന്ന് തിരിച്ചു വരാനുള്ള വഴികൾ എന്താണ് എന്നതാണ് ലാവോ ത്സു താവോ തേ ചിങ്ങിൽ മുഴുവൻ എഴുതിയത്. അതിലാദ്യം അദ്ദേഹം പറയുന്നത് ക്ഷമയുള്ളവരാവുക. അപ്പോൾ എന്താണ് ക്ഷമ? നമ്മൾ ക്ഷമ ഉണ്ടാവാൻ ഒരുപാട് ശ്രമിച്ചിട്ടും ക്ഷമ വരാത്ത ആളുകളാണ്. ക്ഷമ എന്ന് പറയുന്നത് ധൃതിയില്ലായ്മയാണ് ക്ഷമ. എവിടെയാണ് ഒരാൾക്ക് ധൃതിയില്ലാതെ ഇരിക്കുന്നത്? ധൃതിയില്ലാതിരിക്കുന്ന ബോധത്തിൽ സ്വാഭാവികമായി വന്ന് നിറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്ഷമ എന്ന്. അപ്പോൾ ധൃതി ഇല്ലാതെ ആവണമെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമാവണം. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് പൊതുവെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതമല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം പണം, പ്രശസ്തി, അധികാരം, ഇങ്ങനെ പലതുമാണ്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് അന്യമായ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതം മറന്നു പോകുന്നത്, നമ്മൾ ധൃതിയുള്ളവരാകുന്നത്. ജീവിതത്തെ എപ്പോഴാണ് ഒരാൾ ലക്ഷ്യമാക്കുന്നത്, ആ ആൾക്ക് ജീവിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അയാൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അയാൾ വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ജീവിക്കും. ഗുരു നിത്യം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരൊന്നും ആവണ്ട, പക്ഷെ ഒരു കാര്യം, എഴുന്നേൽക്കുമ്പോൾ ജനിക്കുന്നുവെന്നും ഉറങ്ങുമ്പോൾ മരിക്കുന്നുവെന്നും കരുതുക. ഒരു ദിവസത്തെ നിങ്ങളുടെ ആയുസ്സാക്കി നിർണ്ണയിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഒരു ദിവസമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ ആ ദിവസം നിങ്ങൾ എങ്ങനെ ജീവിക്കും? അതുപോലെ ജീവിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ക്ഷമ നമുക്കുണ്ടാവും. എനിക്കൊരു ദിവസമേ ഉള്ളൂ, ആർജിക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഉള്ളതിനെ അനുഭവിക്കാൻ തുടങ്ങും നമ്മൾ. എൻ്റെ ആയുസ് ഒരു ദിവസമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ആ ഒരു ദിവസം ഉള്ളതിനെ അനുഭവിക്കാനാണ് പിന്നെ നമ്മൾ നേരെ തിരിയുക. ഇല്ലാത്തതിനെ ആർജിക്കുക എന്ന ബോധത്തെ മാറ്റിയിട്ട് ഉള്ളതിനെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് നമ്മളുടെ ബോധം നേരെ തിരിയും. ഈ ആത്മീയത എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഉള്ളതിനെ അനുഭവിക്കുന്നവനാണ് ആത്മീയൻ. ഉള്ളതിനെ കാണാതെ ഇല്ലാത്തതിനെ തേടുന്നതിനാണ് ലൗകികം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരാൾ ഉള്ളതിൽ തൃപ്തനായിരിക്കുന്നത് അവൻ സ്പിരിച്വലാണ്. അവനാണ് കാലബോധമില്ലാത്തവൻ. ഉള്ളതിൽ തൃപ്തനായിരിക്കുന്നവന് പിന്നെ കാലബോധമില്ല. അവൻ ഇവിടെ ഇപ്പോൾ സ്വസ്ഥനായിരിക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ധൃതിയില്ലാതെ ആവണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് അന്യമായിട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളെല്ലാം മാറ്റി ജീവിതം തന്നെ ലക്ഷ്യമാക്കി മാറ്റുമ്പോഴാണ് ഒരാൾക്ക് ധൃതിയില്ലാതെയാവുക. ഞാൻ ഒരു സൂഫിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റോഡ് സൈഡിൽ ഒരു പാടത്ത് റോഡ് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ അദ്ദേഹം എന്നെയും കൂട്ടി അദ്ദേഹം ഇങ്ങനെ കാട്ടിലേക്ക് നടന്നു പോവുക. അപ്പോൾ ഞാനിങ്ങനെ പിന്നാലെ പോകുന്നുണ്ട്. പെട്ടെന്നൊരു വലിയൊരു കൂട്, ആ കൂട് തുറന്നിട്ട് ആൾ ഉള്ളിലേക്ക് അങ്ങ് കടന്നു പോകും. ഞാനങ്ങ് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് ആ കൂടങ്ങ് വന്ന് അടയും. പിന്നെ നോക്കുമ്പോൾ കൂട് മുഴുവൻ മാറാല പിടിച്ച് കാരം പിടിച്ച് തുരുമ്പ് പിടിച്ചിരിക്കുന്നൊരു കൂടാണ്. പിന്നെ ഞാൻ കാണുന്നത്, ഞാനൊരു കോണിയും എടുത്തിട്ട് ഇങ്ങനെ ആ കൂടിൻ്റെ ഒരു അറ്റത്ത് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിരുന്നിട്ട് എൻ്റെ കയ്യിലപ്പോൾ ഈ ഒരു ഒരക്കടലാസും ഉണ്ട്, ഒരു ചെറിയൊരു ചൂലുണ്ട്, ഈ ബ്രഷും ഉണ്ട്. ഞാൻ എന്നിട്ട് ആ മൂലയിൽ മെല്ലെ ശാന്തമായിട്ടൊരു ഇരിപ്പിടം കണ്ടെത്തി അവിടെ ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചുറ്റുഭാഗത്ത് നോക്കി ആസ്വദിച്ച് മെല്ലെ ഒരക്കടലാസ് വെച്ചിട്ട് അതിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുക. കമ്പിയിലെ തുരുമ്പൊക്കെ കളഞ്ഞ് എന്നിട്ടൊന്ന് ഊതും, ഇവിടെ തുണി കൊണ്ടൊന്ന് തുടയ്ക്കും, വീണ്ടും വരയ്ക്കും, ഒരു ധൃതിയില്ല. ബാക്കിയുള്ള കൂട്ടിലേക്ക് ഞാൻ നോക്കുന്നേയില്ല. എങ്ങാനും ആ കൂട്ടിലേക്ക് മുഴുവൻ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ സമയത്തുള്ള ആ ഒരു ഏരിയ മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ കുറേ നൂറ്റാണ്ട്. പക്ഷേ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന പണി ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത് ഊതി അവസാനം അവിടെ അങ്ങ് തിളങ്ങും. അപ്പോൾ അടുത്ത സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യും, തിളങ്ങും, അടുത്ത സ്ഥലം. ഇങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഞാനിതൊന്നും അറിയുന്നില്ല, കാലം കടന്നു പോകുന്നതൊന്നും അറിയുന്നില്ല. പക്ഷെ ഓരോ മൊമെൻറ്റും ഞാൻ ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. താഴെ ഇറങ്ങി വന്നു, ഞാൻ മാറി നോക്കുമ്പോൾ ഈ കൂട് മുഴുവൻ ഇങ്ങനെ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്നു. പിന്നെ ഞാൻ മെല്ലെ പോയിട്ട് ആ കൂട് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ വെള്ളപ്രാവുകളാണ് നിറയെ. പിന്നെ ഓരോ പ്രാവിനെ ഞാൻ എടുത്തിട്ട് പുറത്തോട്ടേക്ക് ഇങ്ങനെ പറപ്പിച്ച് വിടും. എല്ലാം പറന്നങ്ങ് പോയതോടുകൂടി ഞാൻ തിരിച്ച് വന്നിടത്തേക്ക് തന്നെ നടന്നു പോകും. ഇതായിരുന്നു സ്വപ്നം. ഞാൻ ഈ ക്ഷമ എന്ന് പറയുന്ന ഇത്
ഈ ലാവോത്സുവിൻ്റെ വാക്ക് ഓർക്കുമ്പോഴൊക്കെ ഈ സ്വപ്നം ഓർക്കാറുണ്ട്. പിന്നെയാണ് ഞാൻ സ്വപ്നത്തിലേക്കൊന്ന് നോക്കിയത്. സ്വപ്നത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഈ കൂട് മുഴുവൻ ക്ലീൻ ചെയ്യണമെന്ന ലക്ഷ്യമൊന്നും എൻ്റെ ബോധത്തിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രാവുണ്ട്, അതിനൊക്കെ പുറത്തേക്ക് ഒരുപാട് വെള്ളരിപ്രാവുകളുണ്ട്, അതൊക്കെ നമുക്ക് അനുഭവിക്കാം, അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ തുടയ്ക്കുന്നതിൽ ഞാൻ തൃപ്തനായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായി എൻജോയ് ചെയ്യുന്നു, ഇടയ്ക്ക് ചുറ്റുഭാഗത്ത് നോക്കുന്നു, ഒരു ധൃതിയുമില്ല, ഈ പണി തീർക്കണമെന്നില്ല, ഒന്നുമില്ല. ഇതാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പം ക്ഷമയോടുകൂടി ജീവിതത്തിനെ സ്നേഹിക്കുന്ന ഒരു ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിനെ സ്നേഹിക്കുന്ന ഒരു ബോധത്തോടു കൂടി ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ മെല്ലെ 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 അയാളുടെ സ്വഭാവത്തിലേക്ക് മെല്ലെ മെല്ലെ അടുക്കാൻ തുടങ്ങും. ഇതാണ് ക്ഷമ എന്ന് പറയുന്ന, ധൃതിയില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വരണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് അന്യമായ ലക്ഷ്യങ്ങളെ മാറ്റി ജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും പ്രഷ്യസാണെന്ന് തിരിച്ചറിഞ്ഞ് ഏത് സമയത്തും ഇല്ലാതായി തീരാവുന്ന ഒരു ജീവിതത്തെ ഇപ്പോൾ ആയിരിക്കുന്ന നിമിഷത്തിൽ സന്തോഷമായിരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും വെക്കേണ്ടതില്ല എന്നൊരാൾ തിരിച്ചറിയുമ്പോൾ അയാളിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത് മനസ്സിലായത്. അടുത്തത് കരുണയാണ്. കരുണ എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധിതമായും ഉത്തരവാദിത്തമുള്ള ഒരു ഫ്രെയിം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു നിർബന്ധിതമായൊരു ഫ്രെയിം, നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു മതിലിൻ്റെ അകത്തുള്ള ഇടം. ഈ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനോട് ഉത്തരവാദിത്തം വരുമ്പോൾ ഉള്ളിൽ ഉണരുന്നതാണ് കരുണ. ഇപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തു, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, ഭാര്യയ്ക്കും ഭർത്താവിനും ഭക്ഷണം കൊടുത്തു, അത് നമ്മളൊരു ഉത്തരവാദിത്തം പൂർത്തീകരിക്കുന്നത് പോലെയുള്ളൊരു ഫീല് മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ നമ്മളൊരു നല്ല വേനൽക്കാലത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അത് ഏതെങ്കിലും പക്ഷികളൊക്കെ വന്ന് ആ വെള്ളത്തിൽ കുടിച്ച് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ഫീലുണ്ട്. അതിനെ കരുണ എന്നാണ് പറയുക. കരുണയുണ്ടായാൽ നമ്മളുടെ ബോധത്തിന് നമ്മുടെ സഹജതയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ സഹജമായ സ്വഭാവാനുസൃതമായ സ്വധർമ്മത്തിലേക്ക് ഒഴുകാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ലോകത്തു നിന്നും ബോധത്തെ നിവർത്തിച്ച് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവജാലങ്ങളിലേക്കും നമ്മുടെ ഉത്തരവാദിത്തത്തെ വികസിപ്പിച്ചാൽ അവിടെ കരുണ സജീവമാകും. അങ്ങനെ കരുണയുള്ള ഒരാളിൽ പ്രശാന്തി ഉണ്ടാവും. ഒരു ചെറിയൊരു ഉദാഹരണം, ഞാൻ കാരമടയിൽ നിന്ന് അട്ടപ്പാടി വഴി കോഴിക്കോട്ടേക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നു. കാറിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മുകളിൽ കയറി പോണ സമയത്ത് ഒരു അമ്മൂമ്മ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർ എടുത്ത് മാറ്റും. പക്ഷേ ആ അമ്മൂമ്മയെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഫീൽ എപ്പോഴും നമ്മളിൽ കരുണയാണ് വരിക. ഫസ്റ്റ് ഫീലിൽ നമ്മുടെ ഉത്തരവാദിത്തം ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി വന്നിട്ട് അതിനെ ക്യാൻസൽ ചെയ്യും എപ്പോഴും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവനിൽ നന്മ നാച്ചുറലായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ബുദ്ധി കൊണ്ട് അതിനെങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ അമ്മൂമ്മയെ കണ്ടു, ഉടനെ എൻ്റെ ഉള്ളിൽ തോന്നി വണ്ടി നിർത്തിയിട്ട് പോയി റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കും. ഫസ്റ്റ് ഫീൽ അത് കരുണയാണ്. പിന്നെ ഉടനെ എൻ്റെ ചിന്ത വന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, അവിടെ എത്രയോ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവർ ക്രോസ് ചെയ്യുമല്ലോ, ഇനിയിപ്പോൾ ഞാനിതിലൂടെ വണ്ടിയായിട്ട് വന്നില്ലെങ്കിലും അമ്മ ക്രോസ് ചെയ്യാതെ ഇരിക്കുമോ? ഇങ്ങനെ അനേകം ചിന്തകൾ പോകുമ്പോഴേക്കും ഒരു 10-15 മീറ്റർ അങ്ങ് മുമ്പോട്ട് പോയി. പക്ഷേ ഉടനെ ബ്രേക്ക് ഔട്ട് സൈഡിലാക്കി. ഞാൻ എൻ്റെ ചിന്തകളെ മാനിച്ചില്ല. എൻ്റെ ഫസ്റ്റ് ഫീലിന് പ്രാധാന്യം കൊടുത്ത് ഞാൻ വണ്ടി അവിടെ സൈഡിലിട്ട് ഇറങ്ങി വന്ന് റോഡ് ക്രോസ് ചെയ്ത് അമ്മയെ ഇപ്പുറത്തേക്ക് കടത്തിയിട്ട് ഞാൻ കൈ പിടിച്ചിട്ടിങ്ങനെ വരുമ്പോൾ അമ്മ കൈ വിടുന്നില്ല. അവിടെ തന്നെ പിടിച്ച് എൻ്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് എൻ്റെ കൈ പിടിച്ച്, മോനെ കുറേ നേരം ഞാനിവിടെ നിൽക്കുന്നു, ആരും എന്നെ സഹായിക്കുന്നില്ല, മോനെ ഒരുപാട് നന്ദിയുണ്ട് ചെയ്തതിൽ, മോനെ ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. അതോടുകൂടി ഞാൻ മാറുകയാണ്. പിന്നെ എൻ്റെ ചിന്തയും എൻ്റെ ബോധമൊക്കെ മാറി. ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിലൊന്നതായിരിക്കും. കാരണം എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതാണ്. ഇപ്പം എൻ്റെ അമ്മയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ ചിന്തയെ വരില്ലല്ലോ. എൻ്റെ കുഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ കാമുകിയാണെങ്കിൽ, എൻ്റെ സുഹൃത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്തയ്ക്ക് പോലും അവിടെ പ്രസക്തിയില്ല. സ്വാഭാവികമായിട്ട് ഞാൻ വണ്ടി നിർത്തുന്നു, ഇറങ്ങുന്നു, ചെയ്യുന്നു.
അത് സ്നേഹം എന്ന് നമുക്ക് പറയാം. കരുണ എന്ന് പറയുന്നത് നമ്മുടെ ടെറിട്ടറിക്ക് വെളിയിലേക്ക് നമ്മുടെ ഉത്തരവാദിത്തത്തെ നമ്മൾ നീട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായാൽ അവിടെ കരുണ ഉണ്ടാകും. ആ കരുണ നമ്മളുടെ ജീവിതത്തിൻ്റെ സഹജതയിലേക്ക്, നമ്മുടെ സ്വാഭാവികതയിലേക്ക് നമുക്ക് തിരിച്ചൊഴുകാൻ, നമ്മുടെ ഗൃഹത്തിലേക്ക് തിരിച്ചൊഴുകാനുള്ള ഒരു സഹായമായിട്ട് മാറും. ഇതാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ഒരു ചെടിക്ക് പോയിട്ടൊരു വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോയി നമ്മൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പിറ്റേന്ന് വന്നിട്ട് ആ ചെടിയിലൊരു പുതിയ നാമ്പ് വിടർന്നു വരുന്നത് കണ്ടാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ധന്യതയുണ്ട്. കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടത്, നീ ചെടിക്ക് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നീ തിന്മ ചെയ്തവനാണെന്ന് ആരും പറയില്ല. കാരണം തിന്മ എന്ന് നമ്മൾ നന്മയെയും തിന്മയെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ലോകത്തിൻ്റെ ഫ്രെയിമിൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ തിന്മ, ചെയ്യേണ്ടത് ചെയ്താൽ നന്മ, ഇങ്ങനെയാണ്. അവിടെ ഒരു ചെടി ഒരാളങ്ങ് ശ്രദ്ധിക്കാതെ ഉണങ്ങിപ്പോയാൽ നീ നിൻ്റെ ജീവിതത്തിൽ വലിയൊരു തിന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളൊരു വിഡ്ഢിത്തരം പറഞ്ഞതുപോലെ നമുക്ക് തോന്നും. പക്ഷെ ഒരു ചെടിക്ക്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിക്ക് നമ്മളൊരു ഇത്തിരി ദിവസവും സ്നേഹത്തോടെ പോയി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ ഒരു ചെറിയൊരു നാമ്പിട്ട് വരുന്നത് നോക്കി സന്തോഷിക്കാൻ കഴിയുമ്പോൾ ഒരു കരുണ ഉണർന്നു എന്നാണ്. ഇപ്പോൾ ഈയിടെ ഒരു പുതിയ ഒരു പരീക്ഷണത്തിൽ പറയുന്നത്, നമ്മളൊരു പൂവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ പൂവ് നമ്മളിലേക്ക് ആഞ്ഞു വരുന്നുണ്ടത്രേ. അതിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഏത് ജീവജാലങ്ങൾക്കും ഒരു മനസ്സുണ്ടെന്നും ആ മനസ്സിന് നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ടെന്നും അതിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കേണ്ടതുണ്ടെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞ് തനിക്കാകാവുന്ന ഒരു പരിഗണന അതിന് കൊടുക്കുമ്പോൾ സഹജതയിലേക്ക്, ആത്മീയതയിലേക്ക് വഴിതെളിക്കും. ഇപ്പോൾ ഒരിക്കൽ ഗുരു ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഗുരു എന്താണ് സ്നേഹം, ഗുരു എല്ലാവരോടും ചോദിക്കണം എന്താണ് സ്നേഹം, എല്ലാവരും പറയണം. അപ്പോൾ എല്ലാവരും, കാരണം ഫേൺഹില്ലിൽ എപ്പോഴും നല്ല ബുദ്ധിയുള്ള ആൾക്കാരും ഒരുപാട് പുസ്തകം വായിക്കുന്നവരും കലാകാരന്മാരുമാണ് വരിക. ഇപ്പോൾ സ്നേഹം ഏത് വിഷയം പറഞ്ഞാലും മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിവുള്ള ഒരു സദസ്സായിരിക്കും. അപ്പോൾ എല്ലാവരും അവരവർ കേട്ട സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ജോസഫ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്, ഗുരുവിൻ്റെ ശിഷ്യനാണ്. അവൻ ബാക്കിലിരിപ്പുണ്ട്, ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, ജോസഫ് എന്തൊന്നും മിണ്ടാതിരിക്കുന്നു, നീ പറയാ എന്താണ് സ്നേഹം? അപ്പോൾ ജോസഫ് പറഞ്ഞു, സമയം കൊടുക്കലാണ് സ്നേഹം. അപ്പോൾ അത് അങ്ങനെ ഒരു ഡെഫിനിഷൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഗുരു പറഞ്ഞു, അതാണ് ശരി. നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമയത്തെ അത് ആവശ്യമായിരിക്കുന്ന ഒരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ കരുണയില്ല, അതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇവിടെ നമ്മൾ നമുക്കും സമയം കൊടുക്കുന്നില്ല, നമ്മളോട് ചേർന്നിരിക്കുന്നവർക്കും സമയം കൊടുക്കുന്നില്ല. ഇതിലേറ്റവും പ്രധാനം നമ്മൾ നമുക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കരുണ എന്ന് പറയുന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനം നമ്മൾ നമുക്ക് സമയം കൊടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞ്, ഇല്ലെങ്കിൽ കുറച്ച് സമയം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി നമ്മൾ നമ്മുടെ കൂടെ കുറച്ച് ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ആരൊക്കെയോ നമ്മൾക്ക് സമയം തരാൻ വേണ്ടി നമ്മൾ കൊതിക്കുമ്പോൾ കുറച്ച് സമയം നമ്മൾ നമുക്ക് സമയം കൊടുക്കുക. കുറച്ച് സമയം, കുറച്ച് നേരം സ്നേഹത്തോടെ നമ്മൾ നമ്മളുടെ കൂടെ ഇരുന്ന് കൊടുത്താൽ നമ്മളിൽ ഒരു കരുണ നമ്മളോട് തന്നെ ഉണ്ടായി വരും. നമുക്ക് തന്നെ നമ്മളോട് സ്നേഹം തോന്നും. അപ്പോൾ ഇങ്ങനെ ആകപ്പാടെ കലുഷമായി വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ടുവച്ച ആ ചെടി പോലെയാണ് നമ്മൾ നമ്മളെ വെച്ചിട്ടുള്ളത്. നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ ഒരു വാഷ് ബേസിൻ്റെ സൈഡിൽ നമ്മളെ കൊണ്ടുവച്ചിരിക്കുക, എന്നും അതിലേക്ക് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെടിയെ അവിടെ നിന്ന് എടുത്ത് നമ്മളിലെ ഏറ്റവും പ്രശാന്തമായ ഒരിടത്ത് കൊണ്ടുവച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് കരുണയുള്ളവരാകും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിന് വെളിയിലേക്ക് നീണ്ടുപോവേണ്ട ആ കരുണ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമ്മളുടെ ഉള്ളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള വൈചാരിക ലോകങ്ങളോട് കരുണയോടെ കുറച്ച് സമയം ഇരുന്നു കൊടുത്ത്, വാനപ്രസ്ഥിയായി ഇരുന്നു കൊടുത്ത് നമ്മുടെ ഗൃഹത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആക്സെപ്റ്റ് ചെയ്ത് സ്നേഹിക്കാൻ കുറച്ച് സമയം മൗനമായിട്ടിരിക്കണം. ദൈവമൊന്നും ഇതുവരെ നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആത്മീയതയിൽ ദൈവം വേണ്ട. നമ്മൾ നമ്മളുടെ കൂടെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഇത്തിരി നേരം നമ്മളെ അനുഭവിക്കാനായി ഇരുന്നു കൊടുത്താൽ നമ്മൾ അറിയാതെ മറ്റുള്ളതിലേക്ക് പ്രസരിക്കും. അപ്പോൾ ഈ തീരെ നമ്മൾ നമുക്ക് സമയം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും സമയം കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ സമയം കൊടുക്കേണ്ടതായ ആളുകൾക്ക്, ഇടങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് കുറച്ച് സമയം കൊടുക്കുക.
അപ്പോൾ നമുക്ക് നമ്മൾ സമയം കൊടുക്കുമ്പോൾ നമ്മളൊരു ധന്യത അനുഭവിക്കും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക മറ്റുള്ളവർക്ക് നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട് എന്ന്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഏറ്റവും സ്വസ്ഥതയുണ്ടായിരിക്കുമ്പോഴാണ് നമ്മൾ ചുറ്റുപാടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് അറിയാതെ ഉണരുക. നല്ല സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളൊരു ചെടി വാടി നിൽക്കുന്നത് കാണുക. അസ്വസ്ഥനായ ഒരാൾ ഒന്നും കാണില്ല. നമ്മൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ചുറ്റുപാട് നോക്കുമ്പോൾ അറിയാതെ പോയിട്ടൊരു കപ്പ് വെള്ളം എടുത്തിട്ട് പോയിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കും. അപ്പുറത്ത് ആരെങ്കിലും ദാഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടൊന്ന് കൊടുക്കും, ചോദിക്കാതെ തന്നെ. അപ്പോൾ ചോദിക്കാതെയും പറയാതെയും തന്നെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വികസിക്കണമെങ്കിൽ നമ്മൾ നമുക്ക് സമയം കൊടുക്കുന്നവരാവണം, നമ്മൾ നമ്മോട് കരുണയുള്ളവരാവണം. അതാണ് കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ. പിന്നെ പറയുന്നത് ലാളിത്യം എന്നുള്ള. ലാളിത്യം എന്ന് പറയുന്നത് ത്യാഗത്തോടെ ജീവിക്കുക, പട്ടിണി കിടക്കലോ ഒന്നുമല്ല. ഉള്ളതിൽ തൃപ്തിയോടെ ഇരിക്കുക എന്നുള്ളതാണ് ലാളിത്യം. എന്താണോ ഉള്ളത് അതിൽ തൃപ്തരായിരിക്കുക. 3 തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന് അത്യാവശ്യം, പിന്നെ ആവശ്യം, പിന്നെ അനാവശ്യം. ഇങ്ങനെ 3 തരത്തിലുള്ള ആവശ്യങ്ങളെ പേര് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇപ്പോൾ നമ്മളുടെ തന്നെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത വസ്ത്രം നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു വസ്ത്രമെങ്കിലും ഉണ്ടാവും. ഒരു വസ്ത്രത്തിൻ്റെ മാത്രം എടുത്താൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള സാധനം ഉണ്ടാവും. നമുക്ക് അനാവശ്യമായ ഒരു സാധനം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷെ അത് അത്യാവശ്യമായ ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അനാവശ്യമായിരിക്കുന്ന ഒന്ന് വളരെ ഇല്ലാതെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ആളുകളെ അറിഞ്ഞ് അവരിലേക്കത് പകരാൻ ഒരാൾ തയ്യാറായാൽ അയാൾ ലാളിത്യമുള്ളവനാണ്. അതാണ് ലാളിത്യം. നമുക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും നമ്മളിൽ നിന്ന് കൊടുത്ത് കളയണ്ട. പെയിൻഫുള്ളായൊരു കാര്യമല്ല. നമുക്ക് അനാവശ്യമായിരിക്കുന്നത് അത്യാവശ്യമുള്ള ആളിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്ന മാനസികാവസ്ഥയാണ് ലാളിത്യം. അത്ര ചെയ്താൽ മതി. അപ്പോൾ അത് ത്യാഗമായിട്ട് നമ്മൾ അനുഭവിക്കില്ല. ഞാൻ ഒരു ഭയങ്കര സംഭവം ചെയ്തതെന്ന് നമുക്ക് തോന്നില്ല. രണ്ടാൾക്കും ഗുണമുണ്ടാവും. നമുക്കൊരു സ്പേസും ഉണ്ടാവും, ആളുടെ ഒരു അത്യാവശ്യം നിറവേറപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ കാരമടയിൽ ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി ചെയ്യാൻ വേണ്ടി ഒരു സമയത്ത് ഒരുപാട് മെറ്റീരിയൽ കളക്ട് ചെയ്ത് അതൊക്കെ ഫയലായിട്ട് കെട്ടി എൻ്റെ മുറിയുടെ മുകളിൽ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരുന്നു. എനിക്കതാണ് കളയാൻ തോന്നണില്ല. എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് അതിനോട്. അതൊരു 10 വർഷം അവിടെ ഇരുന്നു, 8 വർഷത്തോളം അവിടെ ഇരുന്നു. അപ്പോൾ ഗായത്രി എപ്പോഴും വന്നിട്ട് പറയും, ഇത് തൂക്കി കൊടുത്തൂടെ, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ 8 വർഷമായിട്ട് ഞാനത് തൊട്ടിട്ടില്ല. അതവിടെ നിറഞ്ഞിരിക്കണം. ഒരു ദിവസം കയറി വരുമ്പോൾ ഒന്നുമില്ല അവിടെ. എല്ലാം ഗായത്രി എടുത്തിട്ട് തൂക്കി വിറ്റു. കാരണം 8 വർഷമായിട്ട് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഞാൻ ഉള്ളിലേക്ക് അങ്ങ് കയറി ഉടൻ വല്ലാത്തൊരു സ്പേസ് ഞാൻ അനുഭവിക്കുകയാണ്. ഒരു വലിയ സ്പേസ് ഉണ്ടായ പോലെ, ഒരു നല്ലൊരു സമാധാനം, ഒരു ലാളിത്യം. ഞാൻ കുറച്ചും കൂടി നാച്ചുറലായ പോലെ, ഒരു പുതിയ മുറിയിലേക്ക് കയറിയതുപോലെ. അപ്പം എനിക്ക് അനാവശ്യമായിരുന്നൊരു സാധനം അത് അത്യാവശ്യമായ ആർക്കാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗായത്രി എപ്പോഴും അങ്ങനെ ചെയ്യും. എക്സ്ട്രാ 2 പാത്രം വന്നാൽ പഴയ പാത്രം ആർക്കെങ്കിലും എടുത്തു കൊടുക്കും. അടുക്കളയിൽ ഒരിക്കലും കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവില്ല, ആവശ്യമുള്ളതേ ഉണ്ടാവും. ബാക്കിയൊക്കെ അപ്പം കൊടുക്കും. ഇത് പക്ഷേ ചെയ്യാൻ നമ്മളുടെ മനസ്സ് തയ്യാറാവില്ല. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ലാളിത്യത്തിന്. നമുക്ക് അത്യാവശ്യമായിട്ടിരിക്കുന്നതിനെയും ആവശ്യമായിട്ടിരിക്കുന്നതിനെയും നിലനിർത്തി നമുക്ക് അനാവശ്യമായിട്ടിരിക്കുന്നതിനെ അത് അത്യാവശ്യമായിട്ടിരിക്കുന്ന ആവശ്യമായിട്ടിരിക്കുന്ന ആളുകളിലേക്ക്, ഇടങ്ങളിലേക്ക് നമ്മൾ കൈമാറാൻ തയ്യാറായാൽ നമുക്കൊരു സ്പേസും കിട്ടും, അവർക്കൊരു സ്വാസ്ഥ്യവും കിട്ടും. 2 പേർക്കും തുല്യ സ്വാസ്ഥ്യമാണ്. കൊടുക്കുന്നവനും വാങ്ങുന്നവനും സമാധാനമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ലാളിത്യം. ഇങ്ങനെ ക്ഷമയുടെയും ലാളിത്യത്തിൻ്റെയും കരുണയുടെയും ഒരു ലോകത്തെ നമ്മൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നമ്മുടെ ഗൃഹം കൂടുതൽ സ്വാഭാവികമായി തീരും. കണ്ടീഷൻഡായിട്ടുള്ള നമ്മൾ കാലങ്ങളായിട്ട് പേറിക്കൊണ്ട് നടക്കുന്ന ഭാരം നിറഞ്ഞ അറിവുകളെല്ലാം പോയി അവിടെ നമുക്ക് സ്വാസ്ഥ്യം നൽകുന്ന അറിവുകൾ മാത്രം തങ്ങി നിൽക്കും. ആ സമയം മുതൽ നമ്മൾ മലകളെ സ്നേഹിക്കുന്ന നമ്മൾ താഴ്വരകളെ സ്നേഹിക്കാൻ തുടങ്ങും. ലാവോത്സെ ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നതാണ് നിറഞ്ഞിരിക്കുക എന്നതിനേക്കാൾ ഉദാത്തമായ വഴി. കാരണം നിറവ് എപ്പോഴും കുറയും, ഒഴിവ് ഒരിക്കലും ഒഴിയില്ല.
നമ്മളെല്ലാവരും ഒരു ഫിലോസഫി പഠിക്കാതെയും ഒരു പുസ്തകം പഠിക്കാതെയും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകാതെയും എല്ലാവരും എപ്പോഴും പറയാറുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഒഴിഞ്ഞിരിക്കാൻ എന്നാണ്. എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് നിറഞ്ഞിരിക്കാനെന്ന് ആരും പറയാറില്ല. അപ്പം നമ്മുടെ എല്ലാ ചെയ്തികളും എല്ലാ ചിന്തകളും എല്ലാ ദർശനങ്ങളും ജീവനെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ അഹന്ത ഉണരാറില്ല. നമ്മൾ സമാധാനം എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മളൊരു കാട്ടിൽ പോയിരുന്നാലും, നമ്മളുടെ ഒരു പുഴയുടെ തീരത്തിരുന്നാലും, നമ്മൾ ഹിമാലയത്തിൽ പോയിരുന്നാലും, ഉദാത്തമായൊരു ഗ്രന്ഥം വായിച്ചിരുന്നാലും, പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ അടുത്തിരുന്നാലും ഒക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ അയഞ്ഞു വരുന്നതായിട്ട് അനുഭവിക്കും. അയഞ്ഞ് ഒരു ഒഴിവിലായിപ്പോവും. ആ ഒഴിവാണ് നമ്മൾ കൊതിക്കുന്നത്. പക്ഷേ നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ അധ്യാത്മ ചിന്തകളൊക്കെ പലപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്നത് നിറവുകളെയാണ്. അതുകൊണ്ട് നമ്മൾ നിറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും നിറവ് സംഭവിക്കാത്തതും നിറഞ്ഞാലും നമ്മൾ അസ്വസ്ഥരാകുന്നതും. അതുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായ ലക്ഷ്യം ഒഴിയുക എന്നുള്ളതാണ്, നിറയുക എന്നുള്ളതല്ല എന്നറിഞ്ഞ് ആ ഒഴിവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ള കാരുണ്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ലോകത്തിലൂടെ സാധാരണ ജീവിതം ജീവിച്ചാൽ ഒരു മനുഷ്യൻ സ്പിരിച്വലാവും. അവൻ്റെ അഭാവം, അവൻ അഹന്തയില്ലാത്തവനാവും. അവൻ്റെ അഭാവവും ആ ഒരു താഴ്വരയുടെ, ആ ഒരു ഒഴിവിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരാളായിട്ട് മാറും. ഇതാണൊരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വിവരണം.